അതിനകത്ത് കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദിവസത്തിന്റെ സന്ധ്യാസമയത്ത് വീണ്ടും ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമില് ഇടവകയുടെ വെബിനാറായിട്ട് കൂടുവാനിടയാക്കി പ്രഭാതത്തിൽ മുതൽ ഈ സന്ധ്യ വരെയും ഞങ്ങൾ അനുഭവിച്ച ദൈവകൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, ജീവിതത്തിൽ നേരിടുന്ന രോഗാവസ്ഥകളെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനും അതിനുള്ള നിവാരണ മാർഗങ്ങളെ പറ്റി പറയുന്നതിനും ഒരുങ്ങുന്ന അങ്ങയുടെ പൈതലിനെ അവിടുത്തെ കരങ്ങളിലായിരുന്നു ഡോക്ടർ സഞ്ജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹകരമായിട്ട് ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവകൃപയോടെ കർത്താവെ ഫലകരമായിട്ട് നിന്റെ ദാസന് അതിന് വേണ്ടുന്നതായിട്ട് നേതൃത്വം കൊടുക്കുവാൻ, പ്രഭാഷണങ്ങൾ നടത്തുവാൻ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും കരങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവെ ഇന്നത്തെ ഈ വെബിനാർ അനുഗ്രഹകരമായിട്ട് തിരുവാൻ തക്കൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനകരമായി എന്ന് പറയുവാൻ തക്കൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ അവിടുന്ന് കാത്ത് ക്രമീകരിക്കണമെന്ന് യേശു നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നത് ഇടവകയുടെ സെക്രട്ടറി സാജൻ വേളൂരാണ്. സാജൻ വേളൂരിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ സമയത്ത് ക്ഷണിക്കുന്നു. മ്യൂട്ടാണ്, സാജൻ മ്യൂട്ടാണ്. ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഒരു സെക്കുലർ സബ്ജക്റ്റുമായിട്ട് നമ്മുടെ ഇടവകങ്ങൾക്കും ഇടവകയ്ക്ക് പുറത്തുള്ളവർക്കും ഒരുമിച്ച് ചേരുവാൻ ഒരിക്കൽ കൂടി അവസരം ഉണ്ടായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മളൊക്കെ തന്നെ അചഞ്ചലമായ ഹൃദയത്തോടുകൂടി യാത്ര ചെയ്യുമ്പോൾ വിഷയാധിഷ്ഠിതമായ സാമൂഹിക പ്രശ്നങ്ങളെ പഠിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആരാധന മധ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനാ യോഗങ്ങളിലോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് അപ്രാപ്യമായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക സെഷൻ അച്ഛൻ മുൻകൈ എടുത്ത് നടത്തുന്നു എന്നുള്ളതേറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. ആമുഖമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാളിതുവരെ നടന്നതായ വെബിനാറുകളൊക്കെ തന്നെ വളരെയധികം സജീവമായിരുന്നു, വളരെയധികം വിജയപ്രദമായിരുന്നു. വീണ്ടും ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വെബിനാറിൽ കടന്നു വന്നവരെ സ്വാഗതം ചെയ്യുന്ന എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇതിന് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം നൽകുന്ന നമ്മുടെ ഇടവക വികാരി ബഹുമാന്യനായ സുനിലച്ഛൻ, അച്ഛന്റെ ഒരു ആശയത്തിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത്. അച്ഛനെ പ്രത്യേകമായി ഈ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വെബിനാറിന് നേതൃത്വം നൽകുന്നത് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുള്ള ഒരാളല്ല. എന്നാലും നമുക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിക്കേണ്ടത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ ആണ്. ഒരുപക്ഷെ ഇടവകക്കാർക്കായിട്ടുള്ള എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെ പരിചിതമാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിൽ ആളുകൾ പരിചിതനാണ്. എന്നാൽ ഇടവകയ്ക്ക് പുറത്തും സഭയുടെ വിവിധ മേഖലയുള്ളവരും ഈ വെബിനാറിൽ പങ്കുചേരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ പരിചയപ്പെടുത്തുവാനും സ്വാഗതം പറയുവാനും ഈ സമയം ചെലവഴിക്കുന്നത്. നമ്മുടെ ഇടവാംഗമായ ജോൺ ഡാനിയൽ സാറിന്റെ മകൻ കഴിവതും ആഴ്ചകളിൽ ആരാധനയിൽ വന്ന് സംബന്ധിക്കുകയും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ തിരക്കുകൾക്കിടയിലാണെങ്കിൽ തന്നെയും ശുശ്രൂഷകളിലും ആരാധനകളിലും പങ്കെടുക്കുവാൻ അതീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നതായ പ്രിയപ്പെട്ട ഡോക്ടർ. അത് ഇപ്പോൾ കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തില് മേധാവിയായി സേവനമനുഷ്ഠിക്കുകയാണ്. ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ നിന്നാണ് അദ്ദേഹം ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഒരു ബിരുദാനന്തര ബിരുദം നേടിയതായ ഒരു ഡോക്ടറാണ്, MD കരസ്ഥമാക്കിയ ഡോക്ടറാണ്. അപ്പോ ആ കുടുംബം തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രവർത്തന മേഖലയിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ എന്ന ജനറൽ ആയിട്ടുള്ള ഒരു വിഷയം പലപ്പോഴും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു എന്നുകൊണ്ട് അതിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് ഇന്ന് വെബിനാറിൽ ബഹുമാനപ്പെട്ട ഡോക്ടറിൽ നിന്ന് നമുക്ക് ശ്രമിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തനിയുമല്ല, അദ്ദേഹം നമ്മുടെ ഇടവകയുടെ അംഗമായതുകൊണ്ട് തന്നെ
അത്തരത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് ഇങ്ങനെ ഒരു വിഷയത്തിൽ പങ്കുചേരുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കുടുംബത്തിലുള്ള ആളുകൾ അവർക്ക് അവസരങ്ങൾ നൽകുകയും അവരുടെ കഴിവുകളും അവരുടെ ആശയങ്ങളും നമ്മളുടെ ആളുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് ഏറ്റവും സന്തോഷകരമായ സംഗതിയാണ്. ഞങ്ങളൊക്കെ തന്നെ വളർന്നു വന്നത് അങ്ങനെയാണ്. ഇടവകയിൽ തരുന്നതായ അവസരങ്ങൾ, ഇടവക വളർത്തുന്നതായ, ഇടവക തരുന്നതായ നല്ല സ്നേഹം, കരുതൽ, ഇതാണ് പല മേഖലകളിലും ശോഭിക്കുവാൻ സാധ്യമായിട്ടുള്ളത്. അങ്ങനെ തന്നെ പ്രിയപ്പെട്ട സഞ്ജു ഡോക്ടർക്ക് ഈ ഒരു വെബിനാറിൽ പങ്കുചേരുവാൻ സാധ്യമായതിൽ അധികമായി ഞങ്ങൾ സന്തോഷം അറിയിക്കുകയും അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് ഇടവകയുടെ പേരിലും കൂടി വന്ന എല്ലാവരുടെയും പേരിലും കൃത്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എന്ന് നമ്മളോട് പ്രിയങ്കരനായ സഭയുടെ സീനിയർ വികാരി അലക്സാണ്ടർ തോമസ് അച്ഛൻ സംബന്ധിക്കുന്നുണ്ട്. ഇടവകയ്ക്ക് പുറത്തുള്ള വിവിധ ഇടവകളിൽ നിന്നുള്ള അച്ഛന്റെ മുൻ ഇടവകയിൽ നിന്നുള്ളവരും അല്ലാത്തവരുമായ ധാരാളം ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇടവക അംഗങ്ങളായി ഇപ്പോൾ കടന്നു വന്ന ഇതിൽ പങ്കുചേരുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഏകദേശം 60ഓളം ആളുകൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ തോമസ് അച്ഛൻ, മറ്റു പ്രിയപ്പെട്ട വൈദികരെ, ഇന്ന് വെബിനാറിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ, എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഈ സന്ധ്യ നമുക്ക് വളരെ അനുഗ്രഹീതമായി വിനിയോഗിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നത് കൊണ്ട് ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുകയാണ്. കർണാടകയിലെ സിനിമാ നടനായ രാജ്കുമാറിന്റെ മകൻ, വളരെ പുറമെ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ, സിനിമാ ഫീൽഡിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചതിനെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ വായിച്ചു. അത് പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് മാത്രമുള്ള ആളുകളെ മാത്രമല്ല, എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ്. പുറമെ ആരോഗ്യമുണ്ട് എന്ന് തോന്നുന്ന നല്ല സിക്സ് പാക്ക് മസിലൊക്കെയുള്ള ആളുകൾ പോലും ഈ അടുത്ത കാലത്ത് ഒത്തിരി പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രായ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പലപ്പോഴും ചില സംഭവങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തേക്ക്, അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ട്. വളരെ വിശ്വപ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് കുടികൊള്ളുന്നത്. വേദപുസ്തകം ശരീരത്തെ വളരെ ഗൗരവമായി കാണുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ശരീരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തെ ഗൗരവമായി കാണുന്നു. ശരീരത്തിന്റെ ഒരു ദൈവശാസ്ത്രം, ആരോഗ്യത്തിന്റെ ഒരു ദൈവശാസ്ത്രം വളരെ ഗൗരവമായി, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. വളരെ ഗൗരവമായി വിചിന്തനം ചെയ്യുന്ന ഒരു പുസ്തകം കൂടെയാണ് വേദപുസ്തകം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മോടൊപ്പം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ വെബിനാറുകളിലൊക്കെ സാമൂഹ്യമായ വിഷയങ്ങൾ, മനഃശാസ്ത്രപരമായ വിഷയങ്ങൾ, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ, സമകാലീന സംഭവങ്ങളും അല്ലെങ്കിൽ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ, ജീവിതശൈലി രോഗങ്ങളും അവയെ എങ്ങനെ നമുക്ക് തടയാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അല്ലെ, നമ്മൾ സാധാരണ പറയും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയും, മലയാളത്തിൽ പറയും. അപ്പൊ തീർച്ചയായും നാം സൂക്ഷിക്കേണ്ട ഇടങ്ങൾ എവിടെയാണ്? ഈ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ കഴിയും? അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ. അദ്ദേഹം നമുക്ക് അപ്രോച്ചബിൾ ആണ്. ഈ ഇടവകയുടെ അഭിമാനപാത്രമാണ്. ചെറുപ്പക്കാരനാണ്. ആരോഗ്യ മേഖലയിൽ സജീവമായി നിൽക്കുന്ന വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെട്ട നാൾ മുതൽ തന്നെ വളരെ സിമ്പിൾ, വളരെ ലളിതമായ അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇടപെടലും എന്നെ ഒത്തിരി ആകർഷിച്ചു. എന്റെ അയൽക്കാരൻ കൂടെയാണ്. എന്റെ പാഴ്സലേന് തൊട്ടടുത്ത വീട്
ഡോക്ടർ സഞ്ജുവിന്റെ വീടാണ്. തീർച്ചയായും സഞ്ജുവിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തിരക്കുകളുടെ നടുവിൽ നമുക്ക് ഈ സമയം ബോധിച്ചു വന്നു. ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് പ്രിയപ്പെട്ട ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ ആണ്. അദ്ദേഹത്തെ ഞാൻ ഈ സെഷൻ എടുക്കുന്നതിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട്, ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട്, എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ ഈ സെഷന് നേതൃത്വം നൽകുന്നതാണ്. താങ്ക് യു അച്ഛൻ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ അച്ഛൻ. കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഷെയർ ചെയ്യാം സ്ക്രീൻ ഓപ്ഷൻ. അതെ അതെ, ഒരു മിനിറ്റ്. ഓക്കെ, എല്ലാവർക്കും കാണാം? യെസ്, കാണാം. Okay, sorry for the delay. Okay. Thank you, Achan. Good evening to all the members who have gathered here for this webinar, Lifestyle Disease and its Prevention. അച്ഛൻ എന്നോട് കഴിഞ്ഞ ആഴ്ച ഈ ഒരു വെബിനാറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് അച്ഛൻ എന്നോട് മെൻഷൻ ചെയ്തു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ ഒന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണം, ആൻഡ് അതുപോലെ എല്ലാവർക്കും അതിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും അതിന്റെ ടോപ്പിക്കായിട്ട് ഞാനും നേതൃത്വം എടുത്തിട്ട് ഞാനും അതിന്റെ ടോപ്പിക്സ് ഒക്കെ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്. Anyway, thank you, Achan, for giving me this opportunity. Greetings to all. Okay, so start here, slideshow presentation. Okay. So, നമ്മൾ നോക്കുവാണെങ്കിൽ lifestyle diseases, അതായത് ജീവിതശൈലി രോഗങ്ങൾ. What are they? Lifestyle diseases are diseases that are associated with adverse ways of living that end up harming our own health. Common lifestyle habits that lead to lifestyle diseases include alcoholism, drug abuse, smoking, physical inactivity, chronic stress, as well as unhealthy eating. So, before I tell about lifestyle diseases, അതായത് ലൈഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി അറിയാവുന്ന ഡിസീസ് എന്താണ്? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹ രോഗം, ഹൈപ്പർ ടെൻഷൻ, പ്രഷർ, കൊളസ്ട്രോൾ, സ്ട്രോക്ക്, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. പക്ഷെ ഇതിന്റെ ഒരു കാരണം നമ്മൾ അറിഞ്ഞിരിക്കും. ഇതിന്റെ ഒരു ബേസിക് ഫിസിയോളജി എന്തുകൊണ്ടാണ്? വൈ ഡു ഓൾ പീപ്പിൾ ഗെറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? നമുക്കറിയാം, നേരത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 to 20 years ബാക്ക് ഈ രോഗങ്ങൾ അത്രയും പോപ്പുലർ അല്ല. എല്ലാവർക്കും ഷുഗറും കൊളസ്ട്രോൾ അറിയാം, ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ഫാമിലി. പക്ഷെ ഇറ്റ് വാസ് വെരി കോമൺ only among the elderly population. പക്ഷെ now what we see in the last 5 years and last 5 years or maybe last 2 years, we see a trend that the disease, അതായത് ഈ പ്രമേഹ രോഗം, ഷുഗർ, പ്രഷർ എല്ലാം ഇപ്പൊ യങ്സ്റ്റേഴ്സിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി at the age of 25 years, I see many patients in the OPD with 25 years, 20 years. അത് ടൈപ്പ് 1 പോലും അല്ല, ടൈപ്പ് 2 ഡിസീസ് തന്നെ ആയിട്ട്.
So type 1 genetic ആണെന്ന് നമുക്ക് പറയാം. Type 2 it is because of your lifestyle imbalance, because of your dietary and physical activity imbalance. So very, very important. Ipo WHO ഒരു screening ഇന്ന് WHO actually in the newspaper ഇന്ന് പറഞ്ഞിട്ടുണ്ട്, like we have to start screening people for diabetes, especially diabetes, among all the lifestyle diseases from the age of 25. നേരത്തെ WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞേക്കുന്നത് we should only screen from the age of 30 years and family history ഉണ്ടെങ്കിൽ, family history പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അതായത് ഇന്നത്തെ ന്യൂസാ അവർ പറഞ്ഞേക്കുന്നത് we have to screen from 25 years. അപ്പൊ അത്രയും lifestyle diseases ഇപ്പം യങ്സ്റ്റേഴ്സിൽ കാണുന്നുണ്ട്. So I think this session will be very, very useful for you, and hope you will get along with the seminar, with the webinar, sorry. Okay, so before we go into the lifestyle diseases, we should know what is the cause for the lifestyle disease. So it is basically the fat. നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ the types of fat. So if you look at the types of fat, we have നമുക്ക് രണ്ട് തരത്തിലുള്ള ഫാറ്റ് ഉണ്ട്. One is subcutaneous. Okay, one is subcutaneous fat. നമ്മളുടെ സ്കിന്നിന്റെ അടിയിൽ കാണുന്ന ഫാറ്റ് ആണ് subcutaneous fat. And we have visceral fat. So if you look at the diagram, subcutaneous fat നമ്മളുടെ എല്ലാവരുടെയും മേത്ത് കാണാൻ പറ്റും. Like if you look at your under your abdomen, നമ്മളുടെ abdomen, thighs, നമ്മളുടെ കൈയിലൊക്കെ കണ്ട, we can see all fat. That is called subcutaneous fat. But the most important promoter of these cardiovascular, അതായത് heart diseases, stroke ഒക്കെ ആണ് റെഡില് യെല്ലോയില് കാണുന്ന visceral fat. ഈ visceral fat എന്ന് പറഞ്ഞാൽ we cannot see it, and it is under the abdominal cavity. Abdominal cavity എന്ന് പറഞ്ഞാൽ എന്താ? Abdominal cavity is it's a hollow organ, it's a hollow space which covers all the organs in the body. നമുക്ക് പല organs ഉണ്ട്. നമുക്ക് liver, kidney, intestine, small intestine, large intestine, gallbladder, ഇവിടെ എല്ലാം കവർ ചെയ്യുന്നേക്കുന്ന ഒരു abdominal cavity ആണ്. ഈ cavity പോലും നമുക്ക് visceral fat ഉണ്ടാവും. അതായത് ഈ ഫാറ്റ് ഉണ്ട്, that is called as visceral fat. അതായത് this fat which is covering your organs, your internal organs. So നമ്മളിപ്പോ കാണുമ്പോൾ ഒരു മെലിഞ്ഞിരിക്കുന്ന ഒരാള്, ഒരു തടിയുള്ള ആള് നോക്കുവാണെങ്കിൽ, ഒരു മെലിഞ്ഞിരിക്കുന്ന ആൾക്ക് പോലും റിസ്ക് ഉണ്ട് ഇങ്ങനത്തെ അസുഖങ്ങൾ വരാൻ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ബിക്കോസ് അവർക്ക് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കാണണമെന്നില്ല. They may have only visceral fat, and this visceral fat can cause many diseases. Okay, so youngsters, be thin or obese, both have to be careful. Ensure a optimum diet and healthy lifestyle. So this is one basic physiology which all of us need to know. Fat namukku rendu tarathilundu, subcutaneous and visceral fat. So this is the diagram of a visceral fat. Left side nokani, you see the gray color is the large intestine, pinna veliya kodal, cheriya kodal ennu parnja thaazhte small intestine, idu appendix. So ivide right side il കാണുന്ന fat, around ee diagram നോക്കുവാണെങ്കിൽ there are around 2 liters of fat in this picture. 2 liters. So this oru diagram കാണിക്കാൻ what is visceral fat. Now next diagram, you look at this, we have patients. നമുക്ക് patients മൂന്ന് തരത്തിലുള്ള patients കാണാൻ പറ്റും. ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ലോവസ്റ്റ് റിസ്ക്, അതായത് അത്രയും തടി പുറമെ കാണത്തില്ല, പക്ഷെ they will have some amount of visceral fat and subcutaneous fat. ഇവരാണ് ലോവസ്റ്റ് റിസ്ക് ഫോർ lifestyle diseases or non-communicable diseases. അത് ഞാൻ എൻ്റെ അടുത്ത സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. Moderate risk, കുറച്ചുകൂടെ തടി, അതായത് ഒരു 30 to 50% risk for diseases. Moderate risk. So ഇതിനകത്ത് സെക്കൻഡ് ഡയഗ്രം നോക്കുവാണെങ്കിൽ പേഷ്യൻസ് ഇച്ചിടെ പൊണ്ണത്തടി കാണും, ഇച്ചിടെ ഫാറ്റ് കൂടും, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, വിസറൽ ഫാറ്റ് എല്ലാം കൂടുന്നുണ്ട്. തേർഡ് ഇസ് ദ ഹയസ്റ്റ് റിസ്ക് ഫോർ ഓൾ ദീസ് ഡിസീസസ്. ഇറ്റ് കൻ ഗോ അപ് ടിൽ സ്ട്രോക്ക്, കാർഡിയോവാസ്കുലർ ഡിസീസ്, കിഡ്നി ഡിസീസ്, പല തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ പറ്റും. So highest risk is what we all need to be aware of. Actually, for thin patients from lowest risk itself, you have to be very careful about your diseases, about your lifestyle. And BMI ne kuറിച്ച് ഒരു വേറെ സ്ലൈഡ് ഉണ്ട്, but this before I go into the diseases, I thought I'll share this slide. നമുക്ക് രണ്ട് തരത്തിലുള്ള ഒബേസിറ്റി, പൊണ്ണത്തടി ഉണ്ട്, അതായത് pear shaped obesity and apple shaped obesity. So
if you look at pear-shaped obesity, a pear-shaped obesity is increased subcutaneous fat. Now, how do you say obese? A patient is obese when the BMI the full form is body mass index. Body mass index. Am I audible to everyone? Ellarkum kekkan pattunundo? Yes. Okay. Body mass index means body weight in kgs by height in meter square. So adinte oru calculation parayunnundu. Lean nu parnja BMI less than 25. Obese nu parnja BMI more than 30. So pear-shaped obesity nu parnja increased subcutaneous fat, and apple-shaped obesity nu parnja, I think most of us will be having apple-shaped obesity, we can see, and very less percentage of people are having pear-shaped obesity. So pear-shaped obesity are people who are having low risk of diabetes and metabolic syndrome. Apple-shaped obesity means high risk of diabetes and metabolic syndrome. So I think എനിക്കൊന്ന് കുറച്ച് ആൾക്കാര് നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മെറ്റബോളിക് സിൻഡ്രോമിനെ കുറിച്ച് അറിയാം. പക്ഷെ I will tell you in the next slide what is metabolic syndrome. So ഇതൊരു ഡെഫിനിഷൻ ആണ് മെറ്റബോളിക് സിൻഡ്രോം. ഇതിന് പലതരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഡെഫിനിഷൻ ഡിഫൈനിങ് ലെവൽ ആണ്. സോ ഒരു ആൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ എന്ന് പറയണമെങ്കിൽ അത് നമുക്ക് തന്നെ നോക്കാൻ പറ്റും. Before even we go to a doctor, we can itself check by ourselves whether we are having metabolic syndrome. So in order to make a diagnosis of the metabolic syndrome, a patient must present with 3 or more of the following 5 risk factors. എന്തൊക്കെയാണ് risk factors? Abdominal obesity, waist circumference. ഈ waist circumference നമ്മൾ എങ്ങനെയാ നോക്കേണ്ടത്? നമ്മുടെ umbilicus, നമ്മുടെ പൊക്കിളിന്റെ ആ ഒരു ലെവലിലായിട്ട് we will have to check for the circumference of our abdomen. Okay. In men, more than 40 inches or more than 1 or 2 centimeters. In women, more than 88 centimeters or more than 35 inch. Triglycerides, more than 150. HDL cholesterol in men less than 40, in women less than 50. Blood pressure more than or equal to 130 by 85, and fasting glucose more than 100. So these are the risk factors of obesity. Idinathu mooni kodula risk factors undengil you are prone for metabolic syndrome, and metabolic syndrome can lead to various diseases like diabetes, hypertension, stroke, heart diseases. So in metabolic syndrome, right, this is just but in detail I'll be telling you what are the foods to take and what are the foods to avoid. First, foods to avoid: artificial sweetness, diet coke, നമ്മുടെ beverages, trans fat is burgers, പിന്നെ chicken fry, okay, നമ്മൾ കടയിൽ കിട്ടുന്നത്. പിന്നെ alcohol. Next, foods to take: vegetables at least ഒരു 30 to 40% of your ഒരു പ്ലേറ്റിൽ നമ്മൾ എടുക്കുന്ന ഫുഡ് should be at least 30 to 40% should be vegetables. Whole grains only 20 to 30% പാടുള്ളൂ. Fruits again 30 to 40%. Legumes also 30 to 40%. Now, what are the 12 tips to get rid of visceral fat? So ഞാനിപ്പോ visceral fat നെ കുറിച്ചാണ് പറയുന്നത്. How do you get rid of visceral fat? നമ്മൾ carbohydrate intake should be less. We should be more active, that is having more exercise, but to a limited amount, that is 150 minutes per week on WHO പറഞ്ഞേക്കുന്നത്, World Health Organization. Eat more of fibers, eat more of proteins, eat less added sugars, അതായത് refined sugars, more probiotics, curd, തൈര്. Enough sleep. WHO പറഞ്ഞേക്കുന്നത് we should have at least 6 to 8 hours of sleep. Avoid trans fat, reduce stress, very important, stress should be reduced. Consume less alcohol, try interval eating എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പല doctors and പല youngsters and even in the present generation they are using this interval fasting means 16:8 ആണ് ratio അവർ ഉപയോഗിക്കുന്നത്. ചില ആൾക്കാര് 13 അല്ല 16:8 or 18:6 ratio ഉപയോഗിക്കും. So that is 16 hours of fasting and 8 hours of food intake. That 16 hours among the 24 hours can be divided among whichever is comfortable to you. 8 hours മാത്രമേ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. ആൻഡ് ഫുഡ് കഴിക്കുന്ന 8 hours മാത്രം ഫുഡ് കഴിക്കുന്ന പറഞ്ഞാൽ എല്ലാം കഴിക്കാൻ പറ്റത്തില്ല. You can take only 1400 to 1600 calories per day. Okay, അതെല്ലാം എടുത്ത് പിന്നെ I don't think 16:8 ratio കാര്യമില്ലായിരിക്കും. Okay,
Dietary supplements meaning vitamins, minerals. ഇതൊക്കെ നമുക്ക് dietary supplements ആയിട്ട് ഇടാൻ പറ്റും. Omega-3 fatty acids. Okay, now the main part of my webinar. നമ്മള് medical in healthcare workers നമ്മൾ പറയുന്ന term we use lifestyle disease ഉള്ള term we use is NCD, that is non-communicable diseases. So non-communicable disease is a medical condition or disease which is not infectious. It has got a long duration. It is relatively slow in progress. And a person is unaware of the disease unless or otherwise examined. This is a very, very important statement. നമുക്കിത് ആർക്കും അറിയത്തില്ല. നമുക്കൊരു ഇൻഫെക്ഷൻ വന്നാൽ ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ പേരാണ് കമ്മ്യൂണിക്കബിൾ. ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ, കാർഡിയോവാസ്കുലർ, ഹാർട്ട് ഡിസീസസ് ഒക്കെ പറയുന്ന ഡിസീസ് ആണ് നോൺ കമ്മ്യൂണിക്കബിൾ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വി ആർ നോട്ട് അറ്റ് ഓൾ അവർ. നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് പ്രമേഹമുണ്ട്, പ്രഷർ ഉണ്ട്, കിഡ്നിയുടെ അസുഖമുണ്ട്, നമ്മൾ പോയി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അറിയും. നമുക്ക് സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല. നമുക്കൊന്നും സിംറ്റംസ് കാണിച്ചില്ലെങ്കിൽ നമ്മളിത് ഹെൽത്ത് ചെക്കപ്പിന് ചെയ്യുമ്പോഴായിരിക്കും ഇത് പോകുന്നത്. That is why the last statement is given. It's a silent killer of all people. Okay, so non-communicable disease is of long duration. It is not infectious. Infectious disease ആണ് നമുക്ക് പറയാൻ പറ്റുന്ന ഇപ്പോഴത്തെ കോമൺ ആയിട്ട് ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ. So if you look at this tree, നമ്മൾ നോക്കുവാണെങ്കിൽ മേളിലാണ് ഡിസീസസ് ആൻഡ് താഴെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. So the most common disease which we see in worldwide is cancer, diabetes, heart disease and stroke. Chronic lung diseases, chronic ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ, അതായത് COPD and asthma. Then other non-communicable disease. Other non-communicable disease meaning psychiatric illness and blindness. Blindness is a non-communicable disease. It is not an infectious disease. What are the risk factors? Inactivity, physical inactivity, smoking and unhealthy diet. So the major non-communicable diseases. Why is it important to know about non-communicable disease? The number one cause of death in the world is non-communicable disease. More than 36 million people when compared to communicable diseases is non-communicable disease or lifestyle diseases. Adanatha, the most common being cardiovascular diseases, followed by cancer, then diabetes, and finally chronic respiratory diseases. And more than 9 million people or more than 9 million deaths are premature. Premature means less than 60 years of age, and it can be prevented. That is less than 60 years of age model patients ne kittunnundu. As I said in my in the beginning of my webinar, ipo 25 years model patients ne diabetes kittunnundu, and we need to screen them early. So what are the characteristics of this lifestyle diseases? It is not caused by an acute infection. They have very common risk factors. Risk factors are physical inactivity, sedentary lifestyle, unhealthy eating, causes long-term harm. Short-term harm are infectious diseases. It needs a long-term treatment also. It can affect both men and women equally and sometimes can cause disability. Now, risk factors. Risk factors are high blood pressure, obesity, physical inactivity, raised cholesterol, decreased vegetables and fruit intake, raised blood glucose levels, alcohol use and tobacco use. What are the now this risk factors? Namukku modifiable and non-modifiable risk factors because all these lifestyle diseases have some genetic and family history. So ഏതൊക്കെയാണ് മോഡിഫൈബിൾ, ഏതൊക്കെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാവുന്ന റിസ്ക് ഫാക്ടേഴ്സ്? സോ ഐ വിൽ ഗോ ഓൺ ഫസ്റ്റ് വിത്ത് നോൺ മോഡിഫൈബിൾ. നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് മെനി തിങ്സ്. ഏജ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ജെൻഡർ, മെയിൽസിന് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട്, ഫീമെയിൽസിനും പലതരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഫീമെയിൽസിൽ ഫൈബ്രോയിഡ്സ് വരാൻ പറ്റും, ഒവേരിയൻ സിസ്റ്റ് വരാൻ പറ്റും, അതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. മെയിൽസിന് പ്രോസ്റ്റേറ്റ് ഡിസീസ് വരാൻ പറ്റും. Then family history, നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസിനൊക്കെ ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനുണ്ടെങ്കിൽ നമുക്കും നല്ല ചാൻസ് ഉണ്ട് കിട്ടാൻ. ഇറ്റ് ഈസ് ബേസിക്കലി ഇൻഹെറിറ്റൻസ്. Then ethnicity എന്ന് പറഞ്ഞാൽ അവർ എത്നിസിറ്റി സൗത്ത് ഏഷ്യൻ, പിന്നെ ആഫ്രോ അമേരിക്കൻസ്, അപ്പൊ നമുക്ക്
നമ്മളുടെ കൺട്രിയിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഡിസീസസ് കാണാൻ പറ്റും. എസ്പെഷ്യലി ഇന്ത്യ ഇസ് നൗ ദ സെക്കൻഡ്, ഇന്ത്യ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ക്യാപിറ്റൽ ഇസ് ചൈന, സെക്കൻഡ് ഇസ് ഇന്ത്യ. സോ എത്നിസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഡയബറ്റിസ്, പിന്നെ ചില ഇൻഫെക്ഷൻസ് ലൈക് ട്യൂബർക്ലോസിസ് വെരി കോമൺ ഇൻ ഇന്ത്യ. പക്ഷെ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇൻഫെക്ഷൻസ് ഡിസീസ്, നമ്മളിപ്പോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച്. പിന്നെ പ്രയർ സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്, നമ്മളുടെ ഫാമിലിയിലോ അല്ലെ നമുക്ക് മുമ്പ് പ്രയർ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് വി ഹാവ് മോർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് അതർ ഡിസീസസ്. മോഡിഫയബിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൺഹെൽത്തി ഡയറ്റ് ഉണ്ട്, ബ്ലഡ് ഷുഗർ ലെവൽസ് ആർ റേസ്, സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, ഓവർ വെയിറ്റ്, എക്സസീവ് ആൽക്കഹോൾ ആൻഡ് സ്ട്രെസ്. നൗ ഈ അസുഖങ്ങൾ, അതായത് ഡയബറ്റിസ്, ഈ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് എല്ലാം കാണുന്ന യൂഷ്വലി ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. പക്ഷെ നൗ വി ഹാവ് സ്റ്റാർട്ടഡ് സീയിങ് ഇറ്റ് ഇൻ developing countries. The reason being, developing countries are starting to have, because of physical inactivity, and they are not educated about these diseases. But when they are not educated about these diseases, they have carbohydrates, ഈ അരി ഭക്ഷണങ്ങള്, ഗോതമ്പ് ഭക്ഷണങ്ങള്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒത്തിരി എടുക്കും, കാർബോഹൈഡ്രേറ്റ്സ് എടുക്കും, പക്ഷെ വെജിറ്റബിൾസ് കുറവാ, ഫ്രൂട്ട്സ് കുറവാ. പിന്നെ അവരുടെ ഒരു ഒക്യുപ്പേഷൻ അനുസരിച്ചിട്ട് അവർ ഫുഡ് പ്രോപ്പർ ആയിട്ട് എടുക്കുന്നത്. സോ നമ്മളിപ്പം ഈവൻ ഡെവലപ്പിംഗ് കൺട്രീസിൽ പോലും ഈ ഡിസീസസ് കാണുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ഹാസ് ബീൻ ദയർ സിൻസ് ദ ലാസ്റ്റ് 10 to 20 years. പക്ഷെ പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഒരു അർബൻ പോപ്പുലേഷനിലൊക്കെ, പക്ഷെ ഇപ്പൊ ഒരു പുവർ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോപ്പുലേഷൻ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ കാണാറുണ്ട്. If you have a person in your family ever had one of the non-communicable diseases, have high blood pressure, have high cholesterol, are obese or overweight, are exposed to air pollution, അതായത് respiratory diseases എന്ന് പറയും, ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ, have raised blood glucose levels, are exposed to environmental factors, you are at a risk of lifestyle diseases. Now, when you look at the natural history of non-communicable diseases, നമ്മൾ നോക്കുവാണെങ്കിൽ there are two most important things which all of us need to know about this. Changes in the lifestyle and stress. Now, what happens with changes in lifestyle? Changes in lifestyle causes abundance of food, lack of physical activity, smoking, and same way stress can also cause emotional disturbances, and it can promote aging. And all these risk factors ultimately it leads to obesity, hyperlipidemia. Hyperlipidemia is increased cholesterol level. Thrombotic tendency എന്ന് പറഞ്ഞാൽ എന്താ? സ്മോക്കിംഗ് കോസസ് thrombotic tendency. ദാറ്റ് മീൻസ് നമ്മളെ ബ്ലഡ് വെസൽസ്, നമ്മളെ രക്തക്കൊഴലിലെ ചെറിയ ചെറിയ ക്ലോട്ട് ഉണ്ടാക്കുന്നതാണ് ത്രോംബസ്. ത്രോംബോട്ടിക് ടെൻഡൻസി ഉണ്ടാവും. ഇങ്ങനെ ക്ലോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രക്തോട്ടം കുറയും, നമ്മുടെ ബ്ലഡ് ഫ്ലോ കുറയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ പറ്റും. ഹാർട്ട് അറ്റാക്സ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക്. സോ നമ്മൾ ആർട്ടറീസിലെ ചേഞ്ചസ് ഇങ്ങനെ വരാൻ പറ്റും നമ്മളുടെ ഈ ഒരു ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് സ്ട്രെസ് കാരണം. സോ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് നമ്മുടെ സ്ട്രെസ് കാരണം നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഒത്തിരി ചേഞ്ചസ് വരുമ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ വരാൻ പറ്റും. നൗ classification of risk factors. Background risk factors under behavioral risk factors, intermediate risk factors. Background risk factors എന്ന് പറഞ്ഞാൽ things which cannot be changed. For example, age, sex, level of education. Very important, level of education. അതാണ് poor socio-economic status people കാണുന്ന ഈ lifestyle disease, because the level of education is very low. Then genetic composition. Behavioral risk factors which can be modified: tobacco, alcohol, unhealthy diet, and physical inactivity. Intermediate risk factors which can be controlled by us. So there are certain risk factors which we can control with good lifestyle. Lipids, elevated blood lipid levels, diabetes, high blood pressure, overweight, and obesity can be controlled. So very important: background risk factors, behavioral risk factors, and intermediate risk factors. If these major risk factors are controlled, around 3/4 of the heart disease, stroke, type 2 diabetes, and 40% of cancers would be prevented. So how to minimize the risk? Healthy diet, regular exercise, change the environment, modify the habits. നമ്മൾ modify the habits എന്ന് പറഞ്ഞാൽ നമ്മൾ സമയത്തിന് എണീക്കണം, രാവിലെ സമയത്തിന് എണീക്കുക, ഒത്തിരി നേരം കിടന്ന് ഉറങ്ങല്ല. പിന്നെ we have to have a minimum of 6 to 8 hours of sleep. We should have a routine we should have a routine, a daily routine ഉണ്ടായിരിക്കണം, ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. Regular medical checkups, very very important. At least you do 3 months കൂടുമ്പോൾ എങ്കിലും you have to do medical checkups. At least common ആയിട്ട് ചെയ്യേണ്ടത് sugars, cholesterol,
ആണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ then the doctor will advise you to do other tests like creatinine, LFT, liver function test ഒക്കെ ചെയ്യാൻ പറയും. Now tell about obesity, because ഈ visceral fat ആണ് we know the physiology of lifestyle disease. അപ്പോൾ visceral fat can cause obesity. Now വിസറൽ ഫാറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിസറൽ ഫാറ്റ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഒരു ഹോർമോൺ ഉണ്ട്, ഇൻസുലിൻ. ഇൻസുലിൻ ഇസ് എ ഹോർമോൺ വിച്ച് ഇസ് സെക്രീറ്റഡ് ബൈ ദ പാൻക്രിയാസ്. സോ പാൻക്രിയാസ് ഈ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുമ്പോൾ ഇൻസുലിൻ എക്സസ് ആകുമ്പോഴാണ് നമുക്ക് ഈ വിസറൽ ഫാറ്റ് ഉണ്ടാവുന്നത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. നമുക്ക് ഒബിസിറ്റി ഉണ്ടാവുമ്പോൾ നമുക്ക് ഇൻസുലിൻ കൂടും. ഈ ഇൻസുലിന് പ്രോപ്പർ ആയിട്ട് ബോഡിക്കകത്ത് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. That is called insulin resistance. So ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഒബിസിറ്റി പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത്. So how do you define obesity? It is an abnormal or excessive fat accumulation that presents a risk to health. It is the most prevalent form of malnutrition. So നമുക്ക് രണ്ട് തരത്തിലുള്ള ന്യൂട്രീഷൻ, malnutrition and undernutrition. Undernutrition എന്ന് പറഞ്ഞാൽ poverty in poor countries, that is the correct amount of carbohydrates, proteins, fats, minerals ഒന്നും കിട്ടുന്നില്ല. Malnutrition is carbohydrates, proteins, fats എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ വെരി ഡിസ്പ്രപ്പോർഷനേറ്റ്. അതായത് ഫാറ്റ്സ് കൂടുതല, കാർബോഹൈഡ്രേറ്റ്സ് കുറവാ, വൈറ്റമിൻസും അല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസ് തീരെ കുറവാ. ദാറ്റ് ഇസ് malnutrition. Central fat distribution or abdominal fat distribution or android obesity is more serious than gynoid fat distribution. അതാണ് ഞാൻ ആദ്യത്തെ പിക്ചർ ആണ്. pear shaped obesity and pear shaped and apple shaped. ഈ apple shaped ആണ് android obesity, gynoid ആണ് pear shaped obesity. So consequences of obesity, ഇതിനകത്ത് കോൺസിക്വൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഹൈപ്പർ ടെൻഷൻ, സ്ലീപ്പ് ഏപ്നിയ, ചിലപ്പോൾ നമുക്ക് കൂർക്കം വലി രാത്രിയിൽ കൂടില്ല. ദാറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ഒബിസിറ്റി. ഒബിസിറ്റി കാരണം നമ്മുടെ ത്രോട്ടിന്റെ പുറയില് കുറച്ച് മസിൽസ് ഉണ്ട്, പാരാഫാരഞ്ചിയൽ മസിൽ. ഈ മസിൽസിന്റെ ഉള്ളില് ഈ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ്, ഈ വിസറൽ ഫാറ്റ്, നമുക്ക് കാണാൻ പറ്റാത്ത ഫാറ്റ്, ഈ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് നല്ലതായിട്ട് കൂർക്കം വലി വരും. സോ ഇറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ഒബിസിറ്റി. ആർത്രൈറ്റിസ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒബിസിറ്റി കാരണം ഈ ഫാറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റ് ഇൻ യുവർ ജോയിന്റ്സ്. അപ്പൊ നമുക്ക് മൂവ്മെന്റ്സ് കുറവായിരിക്കും. സോ നമുക്ക് ആമവാദം വരാൻ പറ്റും, പലതരത്തിലുള്ള വാദ അസുഖങ്ങൾ വരാൻ പറ്റും. കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പർ ഇൻസുലിനിമിയ, അതായത് ബോഡിക്കകത്ത് ഇൻസുലിൻ ലെവൽസ് കൂടും. ഹൈപ്പർ ലിപ്പിഡീമിയ, ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ്, മൈക്രോവാസ്കുലർ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഡയബറ്റീസിന് വരാൻ പറ്റും. ആൻഡ് സോഷ്യൽ ഡിസബിലിറ്റി ഇൻ ദ സെൻസ്, നമ്മളൊരു ഒബീസ് പേഷ്യന്റ്, ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് സൊസൈറ്റിയെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും, പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് സോഷ്യൽ ഡിസബിലിറ്റി എന്ന് ഇതിനകത്ത് പറയുന്നത്. നോ BMI കാൽക്കുലേറ്റ് ചെയ്യുന്ന, it's used to estimate the body fat mass. It is calculated as weight in kgs by height in meter square. And നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ, weight in kgs by height in meter square. So നമ്മൾ എല്ലാ പേഷ്യൻസ് നമ്മൾ OP-ലോട്ട് വരുമ്പോൾ we always check the weight and height and we calculate the BMI, because ഈ BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ പേഷ്യന്റ് നമ്മളെ അടുത്ത് ഫോളോ അപ്പ് ആയിട്ട് വരുമ്പോൾ we know പേഷ്യന്റിന് വെയിറ്റ് കൂടുന്നുണ്ടോ അല്ലെ BMI കൂടുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. So accordingly we can tell the patients that okay, your weight is high, or your weight is more than the normal limit, or your BMI is more than the normal limit. You have to be very careful of these diseases. So BMI എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നോർമൽ BMI ഞാൻ പറയാം 18.5 to 24.5. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ more than 30 and underweight എന്ന് പറഞ്ഞാൽ less than 18.5. ഇത്തരം കാര്യങ്ങൾ ഈ സ്ലൈഡിൽ നോക്കിയാൽ മതി. മേ ബി യു ക്യാൻ ടേക്ക് എ സ്നാപ്ഷോട്ട് ഓഫ് ദിസ് BMI. Okay. Next. Causes of obesity: physical inactivity, diet, drugs, medical conditions and genetics. So obesity, physical inactivity, diet മാത്രല്ല, certain drugs can cause. ആർക്കെങ്കിലും പറയുമോ what drugs can cause obesity? Any drugs? എന്തൊക്കെ മരുന്നുകൾ ഒബിസിറ്റി ഉണ്ടാകാൻ പറ്റും? സ്റ്റിറോയിഡ്സ്, വെരി കോമൺ. ഇപ്പോഴത്തെ ഈ കോവിഡ് കണ്ടീഷനിൽ നമ്മൾ കഴിഞ്ഞ 2 years ആയിട്ട് സ്റ്റിറോയിഡ്സ് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. സോ സ്റ്റിറോയിഡ്സ് ഇസ് എ വെരി കോമൺ ഡ്രഗ് which can cause obesity, and at the same time it can increase your blood sugar levels. Okay. Then certain medical conditions എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ
നമുക്ക് ഒബേസിറ്റി വരാൻ പറ്റും. ആൻഡ് ജെനറ്റിക്സ് ചില ജീൻ ഓൾട്ടറേഷൻ കാരണം വരാൻ പറ്റും. ഓക്കെ, സോ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് പറയുവാണെങ്കിൽ we should have 40% of fruits and vegetables. This is a WHO balanced diet. 40% of fruits and vegetables, 25% of fiber rich carbohydrates, 25% of fruits and vegetables, and 25% of proteins, and 10% of fats. So this is one diagram which all of us needs to keep at the back of our mind. ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഇത്രയും നമ്മൾ ഏത് ഫുഡ്, ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ കഴിക്കുവാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇതാണ് ബാലൻസ് ഡയറ്റ്. ഓക്കെ, സോ ഇതിനകത്ത് ഹയസ്റ്റ് എമൗണ്ട് നോക്കുവാണെങ്കിൽ നമ്മളുടെ ഒരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റിന്റെ ഡയഗ്രാം. ഈ പ്ലേറ്റിനകത്ത് അറ്റ്ലീസ്റ്റ് അല്ല, there should be 40% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ തോരൻ, സലാഡ് ഇതൊക്കെ കാണണം. നമ്മളുടെ അരി ഭക്ഷണങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ റെഡ് കളർ, ദാറ്റ് ഇസ് ഓൺലി 25%. ഫാറ്റ്സ് നോക്കുവാണെങ്കിൽ ലെസ് ദാൻ 10. ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇപ്പൊ ഒരു ഫ്രൈ ഐറ്റംസ് ആവാൻ പറ്റും, ഓർ ഇറ്റ് ക്യാൻ ബി സം മട്ടൺ, ചിക്കൻ, ഇതൊക്കെ ആവാനും പറ്റും. ദെൻ പ്രോട്ടീൻസ് ആവാനും പറ്റും. സോ ദാറ്റ് ഷുഡ് ബി ഓൺലി 25%. 10% എന്ന് ഉദ്ദേശിച്ചത് ട്രാൻസ് ഫാറ്റ്, അതായത് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഇച്ചിരി ഓയിലി ഫുഡ് ഒക്കെയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. And sweets also. So very important. If you look at this, so this is a plate model for meal planning. ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ആയിരിക്കണം ഫുഡ്. ഇതിനകത്ത് ഈ ഡയഗ്രം നോക്കുവാണെങ്കിൽ റൈസ്, പാസ്റ്റ എല്ലാം വെക്കല്ല. It should be either rice or pasta or bread or potato. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം it should be 40%. So plate model for meal planning. Now, next common disease നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഡയബറ്റിസ് മെലൈറ്റസ്. ഡയബറ്റിസ് രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് 1 ഡയബറ്റിസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിസ് ആണ് നമ്മൾ യങ് ഏജിൽ കാണുന്ന ഒരു ഡിസീസ് ആണ്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിക്കകത്ത്, പക്ഷെ ഇൻസുലിൻ ഇസ് നോട്ട് ആക്ടിങ് ഓൺ ദ ഗ്ലൂക്കോസ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്താലും ഇൻസുലിൻ ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, definition: diabetes is a chronic disease that occurs when the pancreas does not produce enough insulin, or alternatively when the body cannot effectively use the insulin it produces. Insulin is a hormone that regulates the blood sugar. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ അത് ആ ഫുഡ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറ്റും, ആ ഫാറ്റി ആസിഡ്സ് ഷുഗർ ആയിട്ട് മാറ്റും. ആ ഷുഗർ വരുമ്പോൾ ബോഡിക്കകത്ത് ഇൻസുലിൻ ആക്ട് ചെയ്യണം. അപ്പം ഇൻസുലിൻ എന്തുകൊണ്ടാ? അപ്പൊ രണ്ട് തരത്തിലുള്ള ഡിസീസ് ഉണ്ട് ഡയബറ്റീസിൽ, ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ബോഡിക്കകത്തുണ്ട്, പക്ഷെ ഇൻസുലിൻ ആക്ട് ചെയ്യുന്നില്ല. മറ്റേനകത്ത് ഇൻസുലിൻ ഇനഫ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ടൈപ്പ് 1. നൗ ഞാൻ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിസ് നമ്മൾ നോക്കുവാണെങ്കിൽ മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ, അതായത് ചെറിയ ചെറിയ രക്തക്കുഴലും വലിയ വലിയ രക്തക്കുഴലും. ഈ ചെറിയ രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിലെ ചെറിയ ചെറിയ രക്തക്കുഴല, കിഡ്നീസിലെ റീനൽ ആർട്ടറി, പിന്നെ കിഡ്നീസിലെ ചെറിയ രക്തക്കുഴൽ, നെർവ്സ്. നമുക്ക് ബോഡിയിൽ ഫ്രം ഹെഡ് ടു ടോ നമുക്ക് എല്ലായിടത്തും നെർവ്സ് ഉണ്ട്. ആ നെർവ്സിൽ പോലും there are small blood vessels. So what are the microvascular complications? കണ്ണിനകത്ത് കാണുന്ന റെറ്റിനോപ്പത്തി, കാട്രാക്ട് തിമിരം, പിന്നെ ഗ്ലോക്കോമ, കണ്ണിലെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് ഗ്ലോക്കോമ. ദെൻ കിഡ്നിക്കകത്ത് കാണുന്ന ഡയബറ്റിക് നെഫ്രോപ്പത്തി. അപ്പൊ ഈ നെഫ്രോപ്പത്തി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാൽ ആൽബുമിൻ ഇൻ യൂറിൻ ഇസ് മൈക്രോ ആൽബുമിൻ. ഗ്രോസ് ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂറിൻ പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വെൻ വി പാസ് യൂറിൻ നമുക്ക് അത്രയും പ്രോട്ടീൻസ്, അത്രയും പത കാണാൻ പറ്റും. മൈക്രോ ആൽബുമിനകത്ത് യൂറിനകത്ത് പത ഒന്നും കാണത്തില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളൂ. കിഡ്നി ഫെയിലർ, അതായത് പേഷ്യൻസിന് കിഡ്നി ഫെയിലർ ഉണ്ടാകുന്ന കഴിഞ്ഞാൽ ആൾക്ക് മൂത്രം പോകത്തില്ല, കിഡ്നീസ് നല്ല ഡാമേജ് ഉണ്ടാവും ബിക്കോസ് ഓഫ് ഡയബറ്റീസ്. നെർവ്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോപ്പത്തി, അതായത് ഡയബറ്റിക് ന്യൂറോപ്പത്തി. രണ്ട് തരത്തിലുള്ള ന്യൂറോപ്പത്തി ഉണ്ട്, പെരിഫറൽ ന്യൂറോപ്പത്തി, ഓട്ടോണോമിക് ന്യൂറോപ്പത്തി. നമ്മുടെ ചെറിയ ചെറിയ നെർവ്സ് നമ്മുടെ ബോഡിക്കകത്ത് കാണും, നമുക്ക് കൈകാല് തരിപ്പൊക്കെ വരും, അതൊക്കെ ഡയബറ്റിക് ന്യൂറോപ്പത്തിയുടെ സിംറ്റംസ് ആണ്. ഓട്ടോണോമിക് ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഡയബറ്റിസ് ഉണ്ട്, അമിതമായ വേർക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന, ഇടയ്ക്കിടയ്ക്ക് BP കുറയാ, ഇടയ്ക്കിടയ്ക്ക് BP വേരിയേഷൻ വരിക, ഇതാണ് ഓട്ടോണോമിക് ന്യൂറോപ്പത്തി. അത് ഈ ചില നെർവ്സ് നമ്മളുടെ ഈ വേരിയേഷൻസ് നമ്മളെ BP-യിലും പൾസിലൊക്കെ ഉണ്ടാക്കണം. ചില പേഷ്യൻസ്, ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ചിലപ്പം ഹാർട്ട് റേറ്റ് കൂടുതല, ചില ആൾക്കാർക്ക് ഹാർട്ട് റേറ്റ് കുറവാണ്, അതാണ് ഓട്ടോണോമിക്. അത് നമ്മളുടെ ബ്ലഡ് പ്രഷർ, നമ്മളുടെ പൾസിനെ ഒക്കെ വേരി ചെയ്യുന്ന കോംപ്ലിക്കേഷൻ. Macrovascular is brain, mainly stroke.
Cerebrovascular disease ആണ് അതിന്റെ ഒരു മെഡിക്കൽ ടേം, cerebrovascular disease. Next is heart, coronary artery disease, അതായത് myocardial infarction, heart attacks. And peripheral vascular disease, ഡയബറ്റീസിൽ കാണുന്ന ഏറ്റവും ഒരു ലോങ് ടേം ഡിസീസ്, ലോങ് ടേം മൈക്രോവാസ്കുലർ ഡിസീസ് ആണ് ഈ ഡയബറ്റിക് ഫുട്ട്. അതിന് വേറെ പേരാണ് ഡയബറ്റിക് ഫുട്ട്. അതായത് നമ്മുടെ കാലിലോട്ടുള്ള രക്തോട്ടം ഒക്കെ കുറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഇങ്ങനെ അൾസറേഷൻ ഒക്കെ ഉണ്ടാകും, ചിലപ്പോൾ ഗാംഗ്രീൻ ഉണ്ടാകും, ചിലപ്പോൾ ഇങ്ങനെ കറുപ്പ് നിറം ഉണ്ടാകും. ഈ കറുപ്പ് നിറം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഒട്ടും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ പിന്നെ വി മേ ഹാവ് ടു കട്ട് ദാറ്റ് പാർട്ട് ഓഫ് ദ ടോ. സോ ദീസ് ആർ ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിസ്. അപ്പൊ ഇതിനകത്തൊരു ട്രയഡ് നോക്കുവാണെങ്കിൽ ഡയറ്റ്, ഡിസിപ്ലിൻ ആൻഡ് ഡ്രഗ്സ്. സോ ഡയറ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ, ദാറ്റ് ഇസ് സമയത്തിന് എണീക്കണം, സമയത്തിന് എക്സസൈസ് ചെയ്യണം. യു ഹാവ് ടു ഡു സോ മച്ച് ഓഫ് എക്സസൈസ് ഇൻ എ ഡേ, അല്ലെങ്കിൽ സോ മെനി മിനിറ്റ്സ് ഓഫ് എക്സസൈസ് ഇൻ എ വീക്ക്. പിന്നെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ടാബ്ലറ്റ്സും ഉണ്ട്, ഇൻസുലിനും ഉണ്ട്. So this is a diabetic meal plan using the food guide pyramid. So നമ്മൾ നോക്കാം, ഏറ്റവും ടോപ്പിൽ കാണുന്ന ഫാറ്റ്സ്, ഓയിൽ ആൻഡ് സ്വീറ്റ് ഷുഡ് ബി വെരി വെരി ലെസ്. ഏറ്റവും താഴെ ബ്രെഡ്സ്, ഗ്രെയിൻ ആൻഡ് അതർ സ്റ്റാർച്ചസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ബി ഓൺ ദ ഹയർ സൈഡ്. ഓക്കെ, ഡയബറ്റിക് മീൽ പ്ലാൻ യൂസിങ് ദ ഫുഡ്. അപ്പൊ ഏറ്റവും മേളത്തെ പിരമിഡിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഫാറ്റ്സ് ആൻഡ് ഓയിൽ ഷുഡ് ബി വെരി വെരി ലോ ഇൻ ആർ മീൽ. ഇൻ ആർ 3 times മീൽ നോക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും ലോവസ്റ്റ് വരേണ്ടത്. നമുക്ക് ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഡയറ്ററി അഡ്വൈസ്, ഇതൊരു ഗൈഡ് ലൈൻസ് എടുത്തേക്കുന്നത്. നോട്ട് എവറി സെന്റൻസ് വി നീഡ് ടു നോ, പക്ഷെ വെരി വെരി ഇമ്പോർട്ടന്റ് ഫ്യൂ സെന്റൻസസ് ആർ ദാറ്റ് we have to consume more fruits and vegetables. Okay, fruits, nuts, seeds, vegetables, at least 2 to 3 servings of each day. നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ 2 to 3 servings, at least 400 grams of fruits and vegetables should be taken at least daily. Okay, because ഇതിനകത്ത് അത്യാവശ്യമുള്ള വൈറ്റമിൻസ്, അത്യാവശ്യമുള്ള പൊട്ടാഷ്യം, അത്യാവശ്യമുള്ള മിനറൽസ് ഒക്കെ കിട്ടാൻ പറ്റും. Limit the consumption of saturated fatty acids to less than 10% of the total energy through replacement by polyunsaturated. So saturated fatty acids ആണ് നമ്മളുടെ beverages, നമ്മളെ കൊക്കോകോള, പിന്നെ സ്പ്രൈറ്റ്, പെപ്സി, പിന്നെ പ്രോസസ്ഡ് ഫുഡ്, ട്രാൻസ് ഫാറ്റ്, ഇതൊക്കെയാണ് ലെസ് ദാൻ 10% വേണം. Use vegetable oils only rich in polyunsaturated fatty acids. എന്തൊക്കെയാ? വെർജിൻ ഓയിൽ, സോയാബീൻ ഓയിൽ, കനോള ഓയിൽ, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. പക്ഷെ നോട്ട് എവരിവെയർ ഇറ്റ് ഇസ് പോസിബിൾ. ഓക്കെ, വെജിറ്റബിൾ ഓയിൽസ്. പിന്നെ ലിമിറ്റ് ദ കൺസംഷൻ ഓഫ് റിഫൈൻഡ് ഗ്രെയിൻസ് ആൻഡ് ഷുഗേഴ്സ്. റിഫൈൻഡ് ഷുഗർ, ഇപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ചിലപ്പം കിട്ടും, അല്ല നമുക്ക് റിഫൈൻഡ് ഷുഗേഴ്സ് ഇൻ ദ സെൻസ് നമ്മൾ ബേക്കറി പ്രോഡക്ട്സിലൊക്കെ കഴിക്കുന്ന നമുക്ക് എന്താ പറയാ സ്വീറ്റ് നാൻ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലഡു, അതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ sugars. അപ്പം അത് that has to be limited. Aim at least 30 to 45 grams of fiber per day, preferably from whole grain products. Next, fish. Consume 1 or 2 servings of fish per week, preferably oily fish such as sardines, herring, tuna, salmon, mackerel, trout. Don't eat processed food. Limit the consumption of fresh red meat to 2 to 3 servings per week. Avoid foods which are partially hydrogenated vegetable oils, aiming at a zero consumption of trans unsaturated fatty acids. Avoid drinking sugar sweetened beverages and limit the intake of sodium at least less than 5 grams of salt per day. നമ്മൾ യൂഷ്വലി എല്ലാവരുടെയും ഫുഡിൽ കാണുന്ന at least 9 to 12 grams of salt ആണ് നമ്മൾ കഴിക്കുന്നത്. WHO പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ADA, AHA, American Heart Association പറഞ്ഞേക്കുന്നത്, we have to limit the salt intake to less than 5 grams, and at the same time potassium intake കൂടെ കൂട്ടണം. Okay, this helps in reducing hypertension and പല തരത്തിലുള്ള heart diseases. Physical inactivity highlight ചെയ്തേക്കുന്നത് നോക്കാം. Children and adolescents and healthy adults രണ്ടുപേർക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് how is the physical activity to be divided. So physical activity is basically a body movement by your skeletal muscles requiring energy expenditure ആണ് physical activity ന്റെ ഒരു definition. It is a bodily movement which is produced by skeletal muscles which require ഒരു energy production should be there. It can be in the form of walking, sports, ചെറിയ sports, badminton. It can be some small sports. It can become
and it can be small exercise. So നമ്മൾ children's and adults നോക്കുകയാണെങ്കിൽ 30 to 45 minutes daily exercise activities either at school or in their leisure time. So ഇപ്പോഴത്തെ I think most of our schools, ഞാനിപ്പം പഠിച്ച സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു, we used to have at least ഒരു daily sessions at least ഒരു 30 to 45 minutes at least ഒരു in a week നോക്കുകയാണെങ്കിൽ at least 3 times to 4 times we used to have some activities in the form നമുക്കൊരു PT period ഓ അല്ലെങ്കിൽ നമ്മൾ we used to be very നമ്മളോട് ഒക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് ഒക്കെ കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. So at least 30 to 45 minutes daily should be there, and this should be maintained as far as long possible through young adulthood. Healthy adults in all age groups are recommended to choose enjoyable physical activities. അപ്പോൾ എത്രയാണ് പറയുന്നത്? 150 minutes a week of moderate aerobic physical activity, 30 minutes for 5 days per week, or 75 minutes a week of vigorous aerobic physical activity. Vigorous എന്ന് പറഞ്ഞാൽ aerobic resistance training എന്ന് പറയാം. Resistance training is basically we have to go to the നമ്മൾ ജിമ്മിൽ പോയിട്ട് we have to do exercises moderately. ഒത്തിരി ഹെവി ആയിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒത്തിരി എക്സസൈസ് ഉണ്ട്. അതാണ് 75 minutes of vigorous aerobic physical activity, 15 minutes for 5 days. പക്ഷെ 75 minutes per week, so 15 minutes only, അതിൽ കൂടുതൽ ചെയ്യില്ല. അതിനുശേഷം you can do some moderate aerobic exercises. So very careful. നമ്മൾ ഇങ്ങനത്തെ vigorous exercise you do for more hours, it will lead to many fatal diseases. You can have a sudden cardiac arrest and many problems. Now blood pressure targets, I think I put this slide because നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. I think എല്ലാവർക്കും BP, pressure, sugar നെ കുറിച്ചൊക്കെ അറിയാം. So everyone should know what are the normal values. Okay, so നമ്മളൊരു fit ആയിട്ടിരിക്കുന്ന ഒരു patient, it should be recommended is BP should be less than 140/80. Now ഒരു pressure ഉള്ള ഒരാൾക്ക്, ഒരു hypertensive patient less than 60 years, അവരുടെ BP മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് less than systolic blood pressure. നമ്മളൊരു BP എടുക്കുമ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട്, upper value and lower. There is a numerator and denominator. Numerator is systolic blood pressure, diastolic blood pressure ആണ് താഴത്തെ denominator. Systolic blood pressure should be less than 140 and diastolic blood pressure should be less than 90 in all hypertensive patients. In patients more than 60 years old, systolic blood pressure should be more than 160. With systolic blood pressure more than 160, it is recommended to reduce the systolic blood pressure between 150 and 140. So patients na pressure illa, pressure 60 years above aanu and BP more than 160, it is always recommended to reduce the BP to 150 to 140. In fit patients less than 80 years old, a target of 140 is considered if the treatment is tolerated. Individuals more than 80 years with initial BP more than 160, it is recommended to keep the BP between 150 and 140. In frail elderly patient, a careful treatment intensity should be done and blood pressure target should be considered and clinical effects of treatment should be carefully. So elderly patients നമ്മൾ അത്ര സ്ട്രിക്റ്റ് വാല്യൂസ് കൊടുക്കത്തില്ല. നമ്മൾ പേഷ്യന്റെ പല കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ BP കുറയ്ക്കത്തുള്ളൂ. Next, dysglycemia എന്ന് പറഞ്ഞാൽ sugars, that is diabetes. For majority of the adults with type 1 or type 2 diabetes, a target of HbA1c. HbA1c നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ടെസ്റ്റ് ആണ് HbA1c. Every 3 months കൂടുമ്പോൾ ഉള്ള ടെസ്റ്റ്. What is HbA1c? HbA1c എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് 3 months ഉള്ള ഷുഗർ വാല്യൂസ് കൺട്രോൾഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ടെസ്റ്റിൽ. So HbA1c of 7 is recommended to reduce the CVD, അതായത് cardiovascular, heart diseases and risk of microvascular complications of diabetes. ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റീസിന്റെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, കിഡ്നി ആൻഡ് ന്യൂറോപ്പത്തി. പിന്നെ at diagnosis or early in the course of type 2 diabetes, a target of HbA1c of less than 6.5 should be considered in patients who are not frail and do not have cardiovascular diseases. So ഒരു ആൾക്ക് ഡയബറ്റിസ് ഇല്ല, so they should maintain HbA1c less than 6.5. So conclusion of my webinar, in short, lifestyle diseases kills around 41 million people each year. It is equivalent to at least 71% of all the deaths globally. Each year, more than 15 million people die from lifestyle diseases between the ages of 30 to 69, of which 85% are premature deaths, especially in the low and middle income countries.
77% of all the deaths are in the low and middle income countries. Cardiovascular diseases account for most of these diseases, or 17.9 million people annually, followed by cancer, respiratory diseases, and diabetes. These are the 4 groups of disease. Around 80% of all premature non-communicable deaths happen. So we have to limit, we have to physical inactivity, tobacco use, harmful use of alcohol, and unhealthy diets all increase the risk of dying from a non-communicable disease. Detection, screening, and treatment of non-communicable disease, as well as palliative care, are the key components of the response to non-communicable diseases. So ഞാൻ പറഞ്ഞ പോലെ who are at risk എന്നുള്ള ഒരു സ്ലൈഡ് തന്നിട്ടുണ്ട്. Those people who are at risk for diseases, അവർ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ പോയിട്ട് they should screen themselves. How do you screen yourself? നിങ്ങളുടെ പേരൻസിന് ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ, ഹാർട്ടിന്റെ അസുഖമുണ്ട്, നമ്മളുടെ ജെനറ്റിക്സ് ഒരു പ്രോബ്ലം ആണെങ്കിൽ we should screen ourselves by doing few basic tests. Okay, so at the end of the slide, we all should stay young like Mammootty, isn't it? Mammootty ഈ ഒരു ഏജിൽ നോക്കുവാണെങ്കിൽ he can act as a young, ഒരു dynamic person as well as an elderly person. So it is all because of his secrets of anti-aging, isn't it? Mammoottyയുടെ ഒരു secrets ഉണ്ട്. So it is basically he maintains his physical health, his diet, his lifestyle habits very well maintained for him. So we all should, not all of us, at least we can practice to be like him. Okay, thank you. Thank you, Dr. Sanju. Thank you. നമുക്ക് തുടർന്ന് ഡിസ്കഷൻ ഉള്ള അവസരമാണ്. ഓക്കെ, ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചോദിക്കാനുള്ളത് ഹാൻഡ് റൈസ് ചെയ്യുകയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. റവറൻഡ് ഡോക്ടർ അലക്സാണ്ടർ തോമസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. യെസ് അച്ഛൻ. ഡോക്ടറുടെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഡോക്ടറെ, ഇപ്പൊ എല്ലാവർക്കും എല്ലാ എക്സസൈസും സാധ്യമല്ല, എന്നാല് നമുക്ക് വാക്കിംഗ് നമുക്ക് നല്ലതാണോ? പിന്നെ ഒരു 3/4 മണിക്കൂർ എല്ലാ ദിവസവും പിന്നെ നടക്കാനായിട്ട് സാധിക്കുന്ന ഒരു എബവ് 60 or 65 ഒക്കെ ഉള്ള ആളുകൾക്ക്, അല്ലാതെ മറ്റൊക്കെ ബുദ്ധിമുട്ടാണല്ലോ പ്രായോഗികമായിട്ട്. അതാ അച്ഛൻ, വാക്കിംഗ് കൊണ്ട് പ്രയോജനമുണ്ടല്ലേ? 3/4 മണിക്കൂർ അച്ഛൻ. ആക്ച്വലി വാക്കിംഗ് നമുക്ക് ഇപ്പൊ മുട്ടിന് അസുഖമൊന്നും ഇല്ല, നമുക്ക് വാതരോഗമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വി ഷുഡ് വാക്ക്. നമുക്ക് എത്ര ഏജിലാണെങ്കിലും വാക്കിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അറ്റ്ലീസ്റ്റ് ഒരു 30 minutes or 25 minutes പെർ ഡേ നമ്മൾ വാക്ക് ചെയ്തിരിക്കണം. ബിക്കോസ് വാക്കിംഗ് വിൽ റെഡ്യൂസ് അവർ വിസറൽ ഫാറ്റ്. നമ്മൾ വിസറൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഉള്ള അസുഖങ്ങളാണെങ്കിലും നമുക്ക് ഈ വാക്കിങ്ങും ഒരു മൈൽഡ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് 5 to 10 minutes. അറ്റ്ലീസ്റ്റ് ഐ വുഡ് പ്രിഫർ all of you to do yoga ഒരു 5 to 10 minutes at home and 15 to 20 minutes of walking will definitely reduce our diseases. നമുക്ക് ഉള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ പറ്റും ആൻഡ് വരാതിരിക്കാനുള്ള അസുഖങ്ങളും നല്ലതാണ്. ഓക്കെ ഡോക്ടർ, താങ്ക്സ്. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ദയവായിട്ട് പെട്ടെന്ന് ചോദിക്കും. ഡോക്ടർ ഇരിക്കുന്ന സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഗാലറി. ഓക്കെ, താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാൻ? ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അല്ലാതെ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കും. ഡോക്ടർ, എനിക്കൊരു സംശയമുള്ളത്, സാധാരണ ആളുകൾ പറയും ഈ നമ്മള് ഫുഡ് മെയിൻ കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ കഴിക്കുന്നതിനോടൊപ്പം ഫ്രൂട്ട്സ് അതിനോട് ചേർത്ത് കഴിക്കരുതെന്ന് പറയും. ചിലർ പറയും 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുൻപോ പിൻപോ കഴിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അത് ശരിയാണോ? യെസ്, ഞാൻ പറയാം അച്ഛൻ. നമ്മളുടെ ഒരു ഫുഡ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഓർ ഡിന്നർ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടലി ഒരു ദിവസം പറഞ്ഞേക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 servings, അറ്റ്ലീസ്റ്റ് ഒരു 400 grams ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 2 രീതിയിലും ഫ്രൂട്ട്സ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. നമ്മൾ പറയും ഒന്നെങ്കിൽ അലോങ് വിത്ത് ഫുഡ്, നമ്മളിപ്പോ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനോടെ ഇപ്പൊ ഒരു ഇഡ്ലി
ദോശ അല്ലെങ്കിൽ ഇഡ്ലി ദോശ അങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. അല്ലെങ്കിൽ there are 2 ways. Second way is you can have the fruits at 10 o'clock. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 2 hours കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല. പീപ്പിൾ എന്തുകൊണ്ടാ ചില ഡോക്ടേഴ്സ് പറയും ഫ്രൂട്ട്സ് ആദ്യം കഴിക്കുക എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സോ ദാറ്റ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നത് കുറവായിരിക്കും. ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒത്തിരി എടുക്കുന്ന അരി ഭക്ഷണങ്ങൾ ഗോതമ്പ് ഭക്ഷണങ്ങൾ ഒത്തിരി എടുക്കുമ്പോൾ നമുക്ക് നല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ആൻഡ് അത് ഷുഗേഴ്സ് കൂട്ടും, അതുപോലെ പല അസുഖങ്ങൾ വരും. ഐ വുഡ് റെക്കമെൻഡ് അച്ഛനോട് ഇപ്പം നമ്മുടെ ഫുഡിന്റെ കൂടെ എടുക്കുവാണെങ്കിൽ ഒരു ആപ്പിൾ ആണ്, ഫോർ എക്സാമ്പിൾ ഗിവ് എൻ എക്സാമ്പിൾ, ആപ്പിൾ ആണെങ്കിൽ ഒരു ഹാഫ് ആപ്പിൾ കഴിക്കാം, ബനാനാസ് ആണെങ്കിൽ ഒരു 1 ബനാന മാത്രം കഴിക്കാം. ഇങ്ങനെ കഴിച്ചാൽ ഐ തിങ്ക് അത്ര ഹാംഫുൾ ആയിരിക്കത്തില്ല. ഈ ഡോക്ടർ ഈ പയറൊക്കെ ഉണ്ടല്ലോ, ചെറുപയറും ഒക്കെ അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണോ? പിന്നെ ഈ മീറ്റ് ഒന്നും കഴിക്കാത്ത ആളുകൾക്ക്? മീറ്റ് കഴിക്കാത്ത ആൾക്കാർക്ക് ചെറുപയർ നല്ലതാണ്. കിഡ്നിയുടെ അസുഖം ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചെറുപയർ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കിഡ്നിയുടെ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറയും. അതേ ഉള്ളൂ. അടുത്തത് വിൽസൺ കരിമ്പന്നൂർ ചോദിക്കുന്നു. കേൾക്കാമോ അച്ഛ? യെസ്. ഞാന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പൊതുവെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം മദ്യപാനികൾക്കും അങ്ങനെയൊക്കെ ആൽക്കഹോളിക് യൂസ് ചെയ്യുന്നവർക്ക് സാധാരണ വരുന്നെന്ന് പറയുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഫാറ്റി ലിവർ ഈ മദ്യം ഒന്നും ഒട്ടും ഉപയോഗിക്കാത്തവരുടെ ഇടയിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കാരണം ഒന്ന് വിശദീകരിക്കാമോ? യെസ്, പറയാം. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം എന്താന്ന് ചോദിച്ചാൽ വെരി കോമൺ. നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന വി സി ഫ്രം 25 years ഓൺവേർഡ്സ് നമ്മൾ ഫാറ്റി ലിവർ കാണുന്ന ഒരു, നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ കാണും. ആൻഡ് എല്ലാവർക്കും ഭയങ്കര പേടിയായിട്ട് നമ്മളുടെ അടുത്ത് വരുന്നത്. ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് സ്ലൈഡിൽ വിസറൽ ഫാറ്റ് ആണ്. ഈ ഫാറ്റ് നമ്മുടെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ബോഡിനകത്ത് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഫാറ്റ് ആണ് ഫാറ്റി ലിവർ. പക്ഷെ ഈ ഫാറ്റ് നമ്മൾ ഒരു MRI ചെയ്താൽ നമുക്ക് എല്ലായിടത്തും ഫാറ്റ് ഉണ്ട്. അപ്പൊ ഫാറ്റി ലിവർ ഇസ് ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. നമുക്ക് ശരിക്കും പറഞ്ഞ ഫാറ്റ് ബാക്കിയുള്ള സ്ഥലത്തും ഉണ്ട്. ഇൻഡസ്റ്റൈനിൽ കാണും, ഇൻഡസ്റ്റൈന്റെ പുറത്ത് കാണും, ഗോൾ ബ്ലാഡറിന്റെ പുറത്ത് കാണും, പാങ്ക്രിയാസിന്റെ പുറത്ത് കാണും. സോ ഫാറ്റി ലിവർ നോട്ട് ഓൺലി ഇൻ ആൽക്കഹോളിക്സ്, നമ്മളുടെ ഫുഡ്, നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നമ്മൾ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇൻ സെൻസ് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, നമ്മുടെ ഫുഡ് കഴിക്കുന്നത് കൂടുതൽ ഫാറ്റ് കഴിക്കുക, ലെസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ലെസ് ഓഫ് പ്രോട്ടീൻസ് കഴിച്ചാൽ ഫാറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവാൻ പറ്റും. ആൻഡ് ദിസ് ഫാറ്റ് ഇസ് എ cause for even cancer. So fatty liver alcoholic patients നും വരാൻ പറ്റും, നോൺ ആൽക്കഹോളിക് പേഷ്യൻസിനും വരാൻ പറ്റും. ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും പറയും. ആൻഡ് ഈ ഫാറ്റി ലിവർ പല ഗ്രേഡ്സ് ഉണ്ട്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഈ ഗ്രേഡ് 3 എത്തുമ്പോൾ ദ പ്രോബ്ലം ഇസ് നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രോണിക് ലിവർ ഡിസീസ് ആയി മാറും. ഈ ക്രോണിക് ലിവർ ഡിസീസ് ആയി മാറുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട only ട്രീറ്റ്മെന്റ് ഇസ് ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ എടുത്തിട്ട് മാറ്റുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫാറ്റി ലിവർ എസ്പെഷ്യലി നമ്മളുടെ ഫുഡിന്റെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിലാണ് വരുന്നത്. ഇതിനകത്ത് എല്ലാവർക്കും വരുന്ന ഒരു സംശയം, ഫാറ്റി ലിവറിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? ദർ ഇസ് നോ ട്രീറ്റ്മെന്റ്, ഓൺലി നമ്മൾ എക്സസൈസ് 30 to 40 minutes ഡെയിലി ചെയ്താൽ മതി. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫാറ്റി ലിവറിന്റെ കൂടെ നമ്മളൊരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കൂടെ ചെയ്താൽ, അതിനകത്ത് നമുക്ക് 2 ഘട്ടങ്ങളുണ്ട്, SCOT ആൻഡ് SGPT. ഈ 2 ടെസ്റ്റ് ചെയ്തിട്ട് ഇത് രണ്ടും മോർ ദാൻ നോർമൽ, അതായത് മോർ ദാൻ 3 times to 5 times ഹൈ ആണെങ്കിൽ നമ്മൾ ചില പേഷ്യൻസിന് മരുന്ന് കൊടുക്കും. ആൻഡ് വി ഹാവ് ടു മോണിറ്റർ ഇറ്റ് അറ്റ്ലീസ്റ്റ് 2 to 3 weeks. അല്ലെങ്കിൽ അതർവൈസ് നത്തിങ്, ഒരു ട്രീറ്റ്മെന്റും ഇല്ല, ഒരു there is no medicine for fatty liver. നമ്മൾ എക്സസൈസും ഡയറ്റിൽ കൂടെ മാത്രമേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ഫാറ്റി ലിവറിനെ കുറിച്ച് പറയാൻ. ആൻഡ് വി ഹാവ് ടു ഓൾ ബി വെരി കെയർഫുൾ അബൌട്ട് ഫാറ്റി ലിവർ. ഡോക്ടറെ, അതുപോലെ ഒരു ചോദ്യം കൂടെ ഉള്ളത്, നമ്മൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ പറ്റി അടുത്ത കാലത്ത് വളരെയധികം സംസാരിക്കുകയും ഡോക്ടർമാർ നമ്മളോട് അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് സൺലൈറ്റ് രാവിലെ വൈകിട്ടും അല്ലെങ്കിൽ സൺലൈറ്റ് ശരീരത്ത് കൊള്ളുക മാത്രം ചെയ്താൽ മതിയോ, അതോ കാൽഷ്യവുമായിട്ട് അതിന് ബന്ധം ഉണ്ടെന്നും സംസാരിക്കുന്നുണ്ട്. ആ കാര്യത്തിലൊന്ന് വിശദീകരിക്കാമോ? പറയാം. വൈറ്റമിൻ ഡി നമ്മളൊരു ഇന്ത്യൻ പോപ്പുലേഷന് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു ലെസ് ദാൻ 20 എല്ലാവർക്കും ഉണ്ട്. അറ്റ്ലീസ്റ്റ് 90% ഓഫ് ദ പോപ്പുലേഷൻ എല്ലാവർക്കും ഉണ്ട്. വൈറ്റമിൻ ഡി വെരി വെരി കോമൺ ആണ്, എസ്പെഷ്യലി നമ്മളുടെ ഒരു ഇൻഡോർ
നമുക്കുള്ള നമ്മൾ ഇൻഡോർ ഒക്യുപ്പേഷൻസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സിന് വരാം, എഞ്ചിനീയേഴ്സിന് വരാം. നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് യൂഷ്വലി വരുന്നത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ബിക്കോസ് നമുക്ക് ലെസ് എക്സ്പോഷർ ടു സൺലൈറ്റ്, ഇതൊക്കെ പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡും കഴിക്കുന്നില്ലായിരിക്കും. സോ വൈറ്റമിൻ ഡി നമ്മൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉണ്ട്, അതുപോലെ സൺലൈറ്റിലും കിട്ടാൻ പറ്റും. സോ വൈറ്റമിൻ ഡി ഇസ് എ വെരി കോമൺ ഡിസീസ്. അത് ആക്ച്വലി ഇപ്പോഴല്ല, അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വൈറ്റമിൻ ഡി കണ്ടുപിടിക്കാം. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഹെൽത്ത് ചെക്കപ്പിൽ വൈറ്റമിൻ ഡി ഇപ്പം കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ വൈറ്റമിൻ ഡിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ആക്ച്വലി പണ്ടത്തെ കാലത്ത് വൈറ്റമിൻ ഡി അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ സിംറ്റംസ് നോക്കി ചില ആൾക്കാർക്ക് ഫറ്റീഗ്, ക്ഷീണം, ഒന്നും ചെയ്യാൻ വയ്യ, ഒന്നും നോർമലായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്നായിട്ട് നമ്മൾ ടാബ്ലറ്റ്സ് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫുഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ പറയും, അതായത് വെളുപ്പിനെയുള്ള സൺലൈറ്റ്. ഈ വൈറ്റമിൻ ഡി 2 തരത്തിലുണ്ട് ടാബ്ലറ്റ്സ്. ഒന്ന് ഡെയിലി ടാബ്ലറ്റ്സ് ഉണ്ട്, ഒന്ന് വൺസ് ഇൻ എ വീക്ക് ടാബ്ലറ്റ്സ് ഉണ്ട്. സോ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു 2 years ആയിട്ട് എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഡി ഹെൽത്ത് ചെക്കപ്സിൽ. പക്ഷെ ഐഡിയലി അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഇന്ത്യൻ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ, ഒരു അമേരിക്കൻ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ, നമുക്ക് ഓൾമോസ്റ്റ് ഓൾവേസ് അവർ വൈറ്റമിൻ ഡി ഇസ് ലെസ് ദാൻ 20. നോർമൽ ലെവൽസ് ആ 30. ഒരു 90% ആൾക്കാർക്ക് ലെസ് ദാൻ 20 ആയിരിക്കും. തുടർന്ന് മാത്യു പി ശ്യാമ്പു ചോദിക്കുന്നതാണ്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. ഡോക്ടർ, ഈ ലിവറുമായിട്ട് ബന്ധപ്പെട്ട SGOT, SGPT ഒക്കെ കൂടി നിൽക്കാൻ ഈ കോവിഡ് ഒരു കാരണമാണോ? യെസ്, കോവിഡും ഒരു കാരണമാണ്. SGOT, SGPT കൂടാൻ റീസൺ ഈ കോവിഡ് അസുഖം വരുമ്പോൾ ഈ വൈറസ് നമ്മളുടെ പല അവയവങ്ങളെ ബാധിക്കുമ്പോൾ നമ്മളുടെ ലിവർ സെൽസിനെ ഇൻഫ്ലെയിം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പ്രോബ്ലംസ്, അവിടെ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടാകും. ആ ഇൻഫെക്ഷൻ കാരണം ഈ SGOT, SGPT കൂടും. അപ്പൊ ഇൻഫെക്ഷൻ കാരണം നമ്മളുടെ SGOT, SGPT കൂടാൻ പറ്റും. അപ്പൊ നമുക്കത് പിന്നെ വേറൊരു കാരണമുണ്ട്, നമ്മൾ കഴിക്കുന്ന മരുന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോവിഡിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകളൊക്കെ SGOT, SGPT കൂടാൻ പറ്റും. പക്ഷെ ദീസ് ആർ ഓൾ റിവേഴ്സിബിൾ. ഇതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ഇൻടേക്ക് കൂടുന്നത് കൊണ്ട് തൈറോയിഡിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പം ഹൈപ്പർ തൈറോയിഡും ഹൈപ്പോ തൈറോയിഡും വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. തൈറോയിഡ് 2 തരത്തിലുണ്ട്. സാർ പറഞ്ഞ പോലെ ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ അറിയാം, ഹൈപ്പോ തൈറോയിഡ് മീൻസ് ലെസ് തൈറോയിഡ് ഹോർമോൺസ് ആൻഡ് ഹൈപ്പർ ഇസ് മോർ തൈറോയിഡ് ഹോർമോൺസ്. അപ്പൊ ഇത് ഏത് രീതിയിലായോ, ഒന്നെങ്കിൽ കൺജനൈറ്റൽ ആവാം, അല്ലെങ്കിൽ അക്വയർഡ് ആവാം. കൺജനൈറ്റൽ ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങളാവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടാവാൻ പറ്റുന്ന അസുഖങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഉണ്ടാവുന്ന. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയി തൈറോയിഡ്. സോ തൈറോയിഡ് ഈ കാലത്ത് ഭയങ്കര കൂടുതൽ, എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ് മോർ ദാൻ മെയിൽസ്. പക്ഷെ ഇപ്പം മെയിൽസിലും കാണാൻ പറ്റുന്ന അസുഖം. ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, നമ്മളുടെ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം, ഇറ്റ്സ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉണ്ടാവും ബോഡിക്കകത്ത്. ഈ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടാൻ പറ്റുന്ന അസുഖങ്ങളാണ് ഈ തൈറോയിഡ് ഡിസീസസ്. സോ തൈറോയിഡ് ഡിസീസസ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ബന്ധമില്ല, പക്ഷെ ദേ സേ ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ കൂടുതലായിട്ട് കഴിച്ച് നമുക്ക് തൈറോയിഡ് അസുഖങ്ങൾ കൂടാൻ പറ്റും. ഡോക്ടറെ, വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പം പറയുന്ന ഒരു ഒരെണ്ണമുണ്ട്, ഈ B12 ഡെഫിഷ്യൻസിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശരിയാണോ? അങ്ങനെ B12 ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ആണ് B12-നെക്കാട്ടിലും കൂടുതൽ. B12 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫാറ്റ്സ്, വാട്ടർ സോളിബിൾ വൈറ്റമിൻ ആണ്. സോ അതും ഡെഫിഷ്യൻസി വരാൻ പറ്റും. പക്ഷെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ഞാൻ പറയാം. കൈയും കാലിലും ഒക്കെ തരിപ്പായിരിക്കും, മരവിപ്പായിരിക്കും, ഇതൊക്കെയാണ് സിംറ്റംസ്. പിന്നെ ഇതാണ് മെയിൻ കോമൺ സിംറ്റംസ്. പിന്നെ ഇതിനേക്കാട്ടിലും കൂടുതൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഒക്കെ വരാൻ പറ്റും, ബ്രെയിനിലുള്ള സിംറ്റംസ് വരാൻ പറ്റും. വൈറ്റമിൻ B12 അൺലെസ് വെരി വെരി ലോ ആണെങ്കിൽ മാത്രം നമ്മൾ സപ്ലിമെന്റ്സോ ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കാം. ബിക്കോസ് വൈറ്റമിൻ B12 നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് വന്നാൽ അത് ചിലത് റിവേഴ്സിബിൾ, ചിലത് ഇറിവേഴ്സിബിൾ. സോ വൈറ്റമിൻ B12 ചെക്ക് ചെയ്യണം, ബട്ട് നോട്ട് ഫോർ ഓൾ പേഷ്യൻസ്, ഓൺലി വെൻ റെക്കമെൻഡഡ്. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ദോസ് ഹു ആർ അറ്റ് റിസ്ക് ഫോർ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആർ ഡയബറ്റിക് പേഷ്യൻസ്,
തൈറോയിഡ് പേഷ്യൻസ് ആൻഡ് ഈ ചില വയറിലെ അസുഖങ്ങളുള്ള പേഷ്യൻസ്, അതായത് സീലിയാക് ഡിസീസ് എന്ന് പറയും, അതായത് വയറിന്റെ കുടലിലൊക്കെ കുറച്ച് ഇൻഫെക്ഷൻസ് മാറ്റങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാം. ബിക്കോസ് വൈറ്റമിൻ B12 നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന സ്മോൾ ഇൻഡസ്റ്റൈൻ, ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറിയ കുടലിലൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാം. പക്ഷെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരോടും പറയാറില്ല. വൈറ്റമിൻ D ഓൾസോ ഈ ഇടയ്ക്കാണ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇറ്റ് ഇസ് ഓൾ പാർട്ട് ഓഫ് ദ ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വൈറ്റമിൻ B12 അത്ര കോമൺ അല്ല, നമ്മൾ ആരും പറയാറില്ല അങ്ങനെ ചെക്ക് ചെയ്യാൻ. ഈശോ സാർ ചോദിക്കുന്നു. ഹലോ ഡോക്ടറെ, പിന്നെ ഈ ഷുഗറും ഡയബറ്റീസ് വന്നാലേ പൊതുവെ പറഞ്ഞു കഴിയുകയാണ്, അതിന് ഇൻസുലിൻ ആണോ ടാബ്ലറ്റ്സ് ആണോ ബെറ്റർ? ടാബ്ലറ്റ്സ് കുറെ നാൾ കഴിച്ചു കഴിയുമ്പോൾ വേറെ കുഴപ്പമുണ്ടാകുന്നു. അതിൽ ആരംഭത്തിൽ തന്നെ ഇൻസുലിൻ തുടങ്ങുന്നതാണ് നല്ലതെന്ന് ഒരു ഭയങ്കര പറഞ്ഞു കേൾക്കുന്നു. അതിലെ സോ ഡയബറ്റീസ് എന്നുള്ള അസുഖം ഞാൻ പറഞ്ഞല്ലോ, ഡയബറ്റീസ് നമുക്ക് 2 തരത്തിലുള്ള അസുഖങ്ങളാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് ഇൻസുലിൻ ഉണ്ട്, പക്ഷെ ആ ഒരു ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമുക്ക് ബോഡിക്കകത്ത് പാങ്ക്രിയാസ് ഇൻസുലിൻ ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ ഇൻസുലിൻ ആക്ട് ചെയ്യുന്നില്ല നമ്മുടെ ഷുഗറിൽ, നമ്മുടെ ബോഡിക്കകത്ത് ഷുഗർ വരുമ്പോൾ. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എല്ലാവരോടും പറയുന്ന ഡയറ്റ് ആണ്. ഡയറ്റ്, എക്സസൈസ് ആണ് പറയുന്നത്. പിന്നെ എവറി ടൈം നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യും. ഇതെന്റെ ഒരു അൽഗോറിതം ആണ് ഞാൻ പറയുന്നത്. 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ടാബ്ലറ്റ്സ് തുടങ്ങും. ടാബ്ലറ്റ്സ് തുടങ്ങിയിട്ട് പിന്നീടാണ് ടാബ്ലറ്റ്സ് ഒരു 2 to 3 ടാബ്ലറ്റ്സ് പെർ ഡേ വെച്ച് എടുക്കുക. ഷുഗർസ് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇൻസുലിനും ടാബ്ലറ്റ്സും കൂടെ കമ്പൈൻ ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ചില കണ്ടീഷൻസിൽ നമുക്ക് ടാബ്ലറ്റ്സ് കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു നല്ലൊരു ഹൈ ഗ്രേഡ് ഇൻഫെക്ഷൻ, നമ്മുടെ ബോഡിക്കകത്ത് സെപ്സിസ് എന്നായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട്. സെപ്സിസ് നമ്മുടെ ബോഡിക്കകത്ത്, നമ്മുടെ ബ്ലഡിനകത്ത് ഇൻഫെക്ഷൻ വന്നു, നമ്മളുടെ ബോഡിക്കകത്ത് കിഡ്നിയുടെ അസുഖം വന്നു. ഈ കിഡ്നിയുടെ അസുഖം, ഈ സെപ്സിസ് ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് ഒരിക്കലും ടാബ്ലറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ ടാബ്ലറ്റ്സ് കൂടുതൽ ഇങ്ങനത്തെ 2-3 പേഷ്യൻസിന് കൊടുത്താൽ നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഡാമേജ് കൂടുതലായിട്ട് വരാൻ പറ്റും. സോ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കുന്ന, അല്ല ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കുന്നത് ഇറ്റ് ഇസ് ഓൺലി ഇൻസുലിൻ. സോ അതൊരു മിത്താണ്. ടാബ്ലറ്റ്സ് എല്ലാരും ഞാൻ പറയുന്നത് കേട്ടോ, ടാബ്ലറ്റ്സ് കഴിച്ചാൽ കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും. നോ, അതൊരു ചില ടാബ്ലറ്റ്സ് നമ്മൾ കറക്റ്റ് രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്തേ കൊടുക്കത്തുള്ളൂ ചില പേഷ്യൻസിന്. ചില പേഷ്യൻസിന് ഫസ്റ്റിൽ എന്തുകൊണ്ട് ഇൻസുലിൻ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ 2-3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇൻസുലിൻ മാത്രമേ കിട്ടാൻ പറ്റത്തുള്ളൂ. സോ ബോത്ത് ഹാവ് got its good effects and bad effects. Yes, നമ്മൾ ഒത്തിരി കാണാറുണ്ട്, ഇപ്പൊ ഒത്തിരി ടാബ്ലറ്റ്സ് കഴിച്ചാലും കിഡ്നിക്ക് അസുഖം വരാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഓൾ റിവേഴ്സിബിൾ, നത്തിങ് ടു വറി. ഈ കിഡ്നിയുടെ അസുഖം എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ഒന്ന് 1.2 ഇന്ന് 1.4 അല്ലെ 1.2 ഇന്ന് 2 ആയാൽ ഇറ്റ് ഈസ് ഓൾ റിവേഴ്സിബിൾ. ആ മരുന്നൊന്ന് മാറ്റിയാൽ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. അതുപോലെ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പറഞ്ഞു, 6 മാസം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് വൈറ്റമിൻ ഡിയുടെ ഗുളിക കഴിച്ചു. അപ്പോഴും 20-ൽ താഴെ, അത് 14 കാണിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ വീണ്ടും 6 മാസം ഈ മരുന്ന്, ഈ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യാം? യെസ്, നമ്മൾ വീണ്ടും പറയാറുണ്ട് എല്ലാ ആഴ്ച ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് കഴിക്കണം. വീണ്ടും 6 months കഴിക്കാൻ പറയണം. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത്, വീണ്ടും വൈറ്റമിൻ ഡി കൂടുന്നില്ല, ഒരു 6 മാസം കഴിച്ചിട്ട് കൂടുന്നില്ലെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ ഡിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിക്കകത്ത്, നമ്മുടെ സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലാണ്. അതിന് നമ്മൾ ഡോക്ടറിനെ കാണിച്ചിട്ട് അതിൻ്റെതായ കുറച്ച് ടെസ്റ്റുകളും ചെയ്യണം. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ വേറെ ഹോർമോൺ കാരണം വരാൻ പറ്റും, അല്ലെങ്കിൽ വേറെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ എന്തെങ്കിലും ഇഷ്യൂസ്, നമ്മുടെ ചെറിയ കുടലിൽ എന്തെങ്കിലും അബ്സോർപ്ഷൻ ഇല്ലെങ്കിലും വൈറ്റമിൻ ഡിക്ക് ഡെഫിഷ്യൻസി വരാൻ പറ്റും. സോ നമ്മൾ എപ്പോഴും 6 months കൂടുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി നമ്മളുടെ നേരത്തെ ലെവലിനെക്കാട്ടിലും കൂടിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നിന്ന് നമ്മൾ ടാബ്ലറ്റ്സ് മാത്രം എടുക്കില്ല, നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിരിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഡോക്ടർ, BP മരുന്ന് എടുക്കുന്ന ആളുകൾ, ചില ആളുകൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ BP കുറവാണെന്ന് കണ്ടിട്ട് നിർത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ നിർത്തുന്നു, സ്വയം നിർത്തുന്നത് ശരിയാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം ചോദിക്കാനുള്ളത് ഒരു മെഡിക്കൽ എത്തിക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്ക് ഏതാനും കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ ഡയബറ്റീസിന്റെ ഒക്കെ ഒരു അപ്പർ ലെവൽ പറയുന്നത്, അപ്പർ ലെവൽ ഡയബറ്റീസിന്റെ അപ്പർ ലെവൽ മരുന്ന് എടുക്കേണ്ട ഒരു ലെവൽ ഉണ്ടല്ലോ. ഇപ്പോഴേ ഈ WHO അതുപോലെയുള്ള സംവിധാനങ്ങൾ അത് കുറച്ച്
കൊണ്ടുവരുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ ഡയബറ്റീസ് വരുന്ന ലെവലിലേക്ക് വരാറുണ്ട്. അത് ഈ മരുന്ന് മാഫിയകളുടെ ശ്രമമാണോ അതോ മറ്റെന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചാണോ ഈ ഡയബറ്റീസ് ഉണ്ടെന്ന് പറയുന്ന അപ്പർ ലെവല് ഇപ്പൊ കുറച്ചു കൊണ്ടുവരുന്നത്? ഡയബറ്റീസ് എന്നുള്ള അപ്പർ ലെവൽ, അതായത് നമുക്ക് ഷുഗറിന്റെ ലെവൽ ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലെ അച്ഛൻ പറഞ്ഞത്? ഡിറ്റക്ട് ചെയ്യുന്നത് നേരത്തെ ഇപ്പം കണക്ക് കൂട്ടിയിരുന്നതിനേക്കാൾ ഇപ്പൊ കുറച്ചു കൊണ്ടിരുന്നുണ്ട് പലപ്പോഴും. ഓക്കെ മനസ്സിലായി. ഓക്കെ മരുന്ന് കച്ചവടത്തിന്റെ ഒരു മാഫിയയുടെയോ അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് ഒക്കെ അവര് മാനുഫാക്ചർ ചെയ്യുന്നവരുടെ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതാണോ? അങ്ങനെയൊക്കെ പലപ്പോഴും ഒക്കെ ചർച്ചകൾ നടക്കാറുണ്ട്. ഓക്കെ, ഞാൻ അച്ഛന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അച്ഛൻ പറഞ്ഞ BP-യുടെ ടാബ്ലറ്റ്സിനെ കുറിച്ച് അല്ലെ? സോ BP-യുടെ ടാബ്ലറ്റ്സ് നമ്മൾ ഒരാൾക്ക് BP-യുടെ ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിനോട് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് കാണാൻ പറയും. അത് കഴിഞ്ഞിട്ട് 1 മന്ത്, പിന്നെ 3 മന്ത്സ്. ഇങ്ങനെയാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് പറയുന്നത്. നോ, ഇതിന്റെ ഇടയ്ക്ക് പേഷ്യന്റ് ഒരു BP കുറഞ്ഞെങ്കിൽ 2 കാരണങ്ങളാണ്. ഒന്നെങ്കിൽ പേഷ്യന്റ് നല്ല കൺട്രോൾ വരുന്നുണ്ട് BP-യിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം BP കുറയും. സോ ഈ ഒരു ടൈമിൽ നമ്മൾ തന്നെ നിർത്തില്ല. നമുക്ക് BP കുറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറെ കാണാം. ആ ഡോക്ടർ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. ആ വേറെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ യെസ്, നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പതുക്കെ ഡോസ് കുറഞ്ഞു വരും. ആൻഡ് ഓൾവേസ് നമ്മൾ ഒറ്റയടിക്ക് BP-യുടെ ടാബ്ലറ്റോ ഷുഗറിന്റെ ടാബ്ലറ്റ് കുറയ്ക്കരുത്. നമ്മൾ ഒരു ഗ്രേഡഡ് ആയിട്ട് നമ്മൾ 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്ക് കൂടുമ്പോൾ അത് കുറയ്ക്കണം ഡോസ് വെച്ച്. അത് ടാബ്ലറ്റ്സ് അപ്പൊ നമ്മൾ തന്നെ കുറച്ചാൽ ദ പ്രോബ്ലം ഇസ് നമ്മൾ തന്നെ കുറച്ച് നെക്സ്റ്റ് ടൈം പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ ഒന്നെങ്കിൽ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ നല്ല തലവേദനയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ BP-യുടെ സിംറ്റംസ് ആണ്. സോ എപ്പോഴും ഡോക്ടറിനെ കാണാൻ അറ്റ്ലീസ്റ്റ് ഒരു BP ഡോക്ടേഴ്സ് പറയും എങ്ങനെ എടുക്കണ്ടേ, അതിനനുസരിച്ച് മരുന്ന് തുടങ്ങണം. സെക്കൻഡ്, അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് അച്ഛൻ പറഞ്ഞ പോലെ അപ്പോൾ ടാബ്ലറ്റ്സ് നേരത്തെ ഒക്കെ നമ്മള് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ ഷുഗറിന്റെ ടാബ്ലറ്റ്സ് ഇത്ര FBS 125, HbA1c 6.5, PPBS 200. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ADA ഗൈഡ് ലൈൻസ് എന്ന് പറയും, WHO ഗൈഡ് ലൈൻസ്. അത് ഇപ്പം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് നമ്മൾ ഇപ്പോഴും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംസാരം ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ പ്രൊഡക്ട്സ് കൂട്ടാൻ, അല്ലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ ഒരു ഇത് അവരുടെ ബ്രാൻഡ് ഒന്ന് ചെലവാക്കാനായിട്ട് ഇങ്ങനെ ഷുഗറിന്റെ ലെവൽ കുറച്ച് വരുന്നുണ്ട്. പക്ഷെ അതൊരു റോങ് മിത്താന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ആക്ച്വലി നമ്മുടെ ഒരു ഗൈഡ് ലൈൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും നമ്മളെ ടാർഗറ്റ് ഒരു ഷുഗർ ഉള്ള ഒരാൾക്ക് FBS 120, PPBS ഒരു 180 to 200 and HbA1c less than 7 തന്നെ ഇരിക്കണം. ബീന തോമസ് ചോദിക്കുന്നു. ഡോക്ടർ വളരെ ഹെൽപ്ഫുൾ ആയ ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളത് ആർത്രൈറ്റിസിനെ പറ്റി. RA പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ആഹാര നിയന്ത്രണത്തിൽ എന്തെങ്കിലും, അതായത് പുളിയുള്ള ആഹാരം കഴിക്കരുത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ എന്തെങ്കിലും പ്രയോജനകരമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർക്ക് ഒന്ന് പറയാൻ സാധിക്കുമോ? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലേ? അതെ. ഓക്കെ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അസുഖത്തിന് മെയിൻലി നമ്മൾ നോക്കേണ്ടത് ഇതൊരു മെയിൻലി ഇത് ഡ്രഗ്സ് ആണ്. അതായത് നമ്മൾ കഴിക്കേണ്ടത് ഈ ഹൈഡ്രോക്സിക്ലോറോക്വിൻ പോലത്തെ മരുന്നുകളൊക്കെയാണ്. സോ ഇതിനകത്ത് ഡയറ്ററി പാറ്റേൺ കാര്യമായിട്ട് നമ്മളുടെ ഒരു നെറ്റിലോ അല്ലെങ്കിൽ WHO ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഏതൊക്കെ ഫുഡ്സ് നമ്മൾ പ്രിവെന്റ് ചെയ്യണം അല്ലെ റെഡ്യൂസ് ചെയ്യണം ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ് ആണ് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി പ്രോട്ടീൻസ് കഴിക്കും ആൻഡ് ഫാറ്റ്സും കൂടെ കുറയ്ക്കും. കാർബോഹൈഡ്രേറ്റും ഫാറ്റ് ഉള്ള ഫുഡ് കുറയ്ക്കണം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആസ് സച്ച് ഒരു ഡയറ്റ് റെസ്ട്രിക്ഷൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനില്ല. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഈ ഞാൻ പറഞ്ഞ പോലെ തൈറോയ്ഡ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുമ്പോൾ നമുക്ക് ഡയറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പ്രയാസമായിരിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് കഴിക്കുക. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റും ഫാറ്റ്സും നമ്മൾ ഒരു 30 to 40% നമ്മൾ ഓരോ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റിന് അനുസരിച്ച് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. മറ്റാർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെഷനോട് അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഓക്കെ, ശോശക്കുട്ടി അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഹലോ സഞ്ജു, ഹലോ, ഞാൻ ആൻസിയാണേ. ഇപ്പൊ യൂഷ്വലി
യങ് ഏജ് തൊട്ട് തന്നെ BP ഹൈ ആയിട്ട് നിൽക്കുന്നു, ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കുന്ന ആളുകളുണ്ടോ, അതോ അതൊരു അബ്നോർമൽ കണ്ടീഷൻ ആണോ? ഒരു 200 റേഞ്ച് തന്നെ, 200 അബവ് ആണ് യൂഷ്വലി എപ്പോഴും കൺസിസ്റ്റന്റ് BP. അങ്ങനെയാണെങ്കിൽ എന്താണ് അവസ്ഥ? കൺസിസ്റ്റന്റ്ലി ഹൈ ആണെങ്കിൽ അല്ലെ? കോൺസ്റ്റന്റ്ലി എപ്പോഴും. ഞാന് എന്റെ അച്ഛൻ, എന്റെ ബാറ്ററി തീരാറായി. ഞാനൊന്ന് മൊബൈലിലോട്ടൊന്ന് മാറ്റട്ടെ കേട്ടോ. അൺമ്യൂട്ട് ചെയ്യണം. പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക്. യെസ്, ഹലോ. ഓക്കെ. ആൻസി പറയുന്ന ഡൗട്ട് മനസ്സിലായി. ഇപ്പം ഒരു ആൾക്ക് BP ഉണ്ട്, പക്ഷെ BP ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഞാൻ ഒരു സ്ലൈഡ് കാണിച്ച പോലെ നമ്മളെ BP നോർമലി നമ്മൾ പറഞ്ഞേക്കുന്നത് അറ്റ്ലീസ്റ്റ് 140 to 180, 140/80 ആണ് റേഞ്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് ഒരു പ്രഷർ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അതൊരു ലെസ് ദാൻ 140/80 മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമ്മൾ BP ചെക്ക് ചെയ്യുക, എവറി 2 weeks കൂടുമ്പോൾ ചെക്ക് ചെയ്യുക. നമ്മുടെ BP ഹൈ ആണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് അത് മരുന്ന് കഴിക്കണോ വേണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കണം. ബിക്കോസ് BP നമ്മുടെ ഹൈപ്പർ ടെൻഷൻ അസുഖം മാത്രം കാരണം കൊണ്ട് BP വരണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ആങ്സൈറ്റി, സ്ട്രെസ്, നമ്മുടെ ബോഡിക്കകത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി അല്ലെ ഹോർമോൺ സർജ്. ഹോർമോൺസ് കൂടിയാലും വരും, ഹോർമോൺസ് കുറഞ്ഞാലും നമുക്ക് BP വരാൻ പറ്റും. അപ്പം ആദ്യം അതൊക്കെ റൂൾ ഔട്ട് ചെയ്യാം. മെഡിക്കൽ കണ്ടീഷൻസ് വി ഹാവ് ടു റൂൾ ഔട്ട്, നമുക്ക് BPയുടെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന്. ഓക്കെ, ഇത് നോക്കിയിട്ട് നമുക്ക് BP മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല, ദെൻ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട BP ഇസ് 140/80. ഈ BPയിൽ നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ടെസ്റ്റ് ഉണ്ട്, ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എവറി 24 hours നമുക്കൊരു മെഷീൻ നമ്മുടെ കയ്യിലോട്ട് ഇടും. ആൻഡ് ആ മെഷീൻ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും BP ഏത് സമയത്തൊക്കെ കൂടുന്നത്. ചിലപ്പോൾ രാത്രി സമയത്തായിരിക്കും കൂടുന്നത്, ചിലപ്പോൾ രാവിലെ സമയത്തായിരിക്കും കൂടുന്നത്. അപ്പം ഈ ഒരു സമയത്ത് BP ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കൊരു BPയുടെ ടാബ്ലറ്റ് കൊടുക്കാം. വേറെ ആർക്കും അത്യാവശ്യം ചോദ്യങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ആർക്കെങ്കിലും ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ, സംശയങ്ങൾ വല്ലതും ഉണ്ടോ? ഓക്കെ, ഇപ്പോഴ് ഇടവകയുടെ വൈസ് പ്രസിഡന്റ് BI ജേക്കബ് സാർ ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം റവറൻഡ് ഡോക്ടർ അലക്സാണ്ട്രിയ തോമസ് അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ശ്രീകാര്യം ബഥേൽ മാർത്തോമാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ആൾട്ടർനേറ്റ് വ്യാഴാഴ്ചകളിൽ നടത്തി വരുന്ന വെബിനാർ ഇന്നും നടത്തുവാൻ ദൈവം ഇടയാക്കിയതിലും ഇതിൽ ഡോക്ടർ സഞ്ജു മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ദൈവം സഹായിച്ചതിലും ആദ്യമായി ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചു കൊള്ളട്ടെ. എൻ്റെ ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്ന ഡോക്ടർ സഞ്ജുവിന്റെ ഇപ്രകാരം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസസും അതിന്റെ പ്രതിരോധവും എന്ന വിഷയത്തില് നടത്തിയ ബോധവൽക്കരണ ക്ലാസ് വളരെ ഡീറ്റെയിൽഡായും ലളിതമായും സഞ്ജു അവതരിപ്പിച്ചു. നമ്മുടെ ഭക്ഷണ രീതികളും ജീവിതചര്യകളും സ്ട്രെസ്സും എല്ലാം സൃഷ്ടിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളും ഇതേപ്പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് പ്രതിപാദിച്ചു. ഒരു ക്രമീകൃത ഭക്ഷണക്രമവും ജീവിതശൈലിയും നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം ആവശ്യമാണെന്ന് ഡോക്ടർ സഞ്ജു വളരെ സുന്ദരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. ഡോക്ടർ സഞ്ജു ഡേവിഡ് ജോണിനെ ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ നാമത്തിലും ശ്രീകാര്യം ബഥേൽ മാർത്തോമാ ഇടവകയുടെ നാമത്തിലും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. ഈ വെബിനാറിന് വേണ്ടി എല്ലാ പിന്നണി പ്രവർത്തനവും നടത്തുകയും അതിനെ മോഡറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഡി സുനിൽ അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ ഞാനിവിടെ അറിയിച്ചു കൊള്ളട്ടെ.
ഈ വെബിനാറിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ ഇടവകളിൽ നിന്ന് സംബന്ധിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. ഡോക്ടർ അലക്സാണ്ടർ എ തോമസ് അച്ഛൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാനിവിടെ അറിയിക്കട്ടെ. ഈ വെബിനാറിൽ ചോദ്യങ്ങൾ ചോദിച്ചും തുടർ ചർച്ചകളിൽ പങ്കെടുത്തും ഈ വെബിനാറിനെ സജീവമാക്കിയ എല്ലാവരോടുമുള്ള നന്ദിയും ഞാനിവിടെ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ഇതിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും, ഇതിലെ ഈ വെബിനാറിനെ അനുഗ്രഹീതമാക്കിയ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ഇനി വരാനിരിക്കുന്ന വെബിനാറുകളിൽ തുടർന്നും സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചും കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കട്ടെ. താങ്ക് യു സർ. അലക്സാണ്ടർ തോമസ് അച്ഛൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ ശരീരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തെ എങ്ങനെ ആരോഗ്യപരമായി പരിപാലിക്കണമെന്നുള്ളത് കർത്താവെ ഡോക്ടർ സഞ്ജീവിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ആരോഗ്യപരമായ ഒരു സമീപനം ദൈവമേ ഞങ്ങൾ ജീവിതത്തിൽ സ്വീകരിപ്പാൻ കൊണ്ട് സഹായിക്കണമേ. ഞാൻ ദാസന് അനുഗ്രഹീതമായിട്ട് ക്ലാസ് എടുക്കുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛനായ സ്തോത്രം. ഇന്ന് ഈ വെബിനാറിൽ സംബന്ധിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ ദിവ്യമായ സാന്നിധ്യം തരണമേ. സുഖമായി വിശ്രമിച്ച് അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഫലകരമായി ഏർപ്പെടുവാനും കരുണ ചെയ്യണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകമായിട്ട് നമുക്ക് അനുഗ്രഹീതമായ ക്ലാസ് നയിച്ച പ്രിയപ്പെട്ട ഡോക്ടറോടും തുടർന്നുള്ള പ്രവർത്തനങ്ങളോടും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമീൻ.